ഹലോ, ഗുഡ് ഈവനിങ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ തൃശൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രണ്ടാം വരവ്. ആദ്യ വരവിൽ തൃശൂരിലെ BJP നിയുക്ത സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വാഹനത്തിൽ ഒപ്പം കൂട്ടിയായിരുന്നു റോഡ് ഷോ എങ്കിൽ രണ്ടാം വരവ് സുരേഷ് ഗോപിയിൽ ദേശീയ നേതൃത്വത്തിന് പ്രത്യേക താല്പര്യമുണ്ടെന്ന് അടിവരയിടുന്നതായി. ഗുരുവായൂർ ക്ഷേത്രനടയിലെ സുരേഷ് ഗോപിയുടെ മകളുടെ മാംഗല്യത്തിന് സാക്ഷിയാകുമ്പോൾ മോദിയും പാർട്ടിയും നൽകുന്ന സൂചന വ്യക്തം. അയോധ്യ പ്രതിഷ്ഠാ ചടങ്ങിന് മുന്നോടിയായി തൃപ്രയാറിൽ രാമക്ഷേത്രത്തിൽ മീനൂട്ട് നടത്തി മടങ്ങുമ്പോഴും ക്ഷേത്ര ദർശനത്തിലൂടെ ഇന്ന് സൗഭാഗ്യദിനമായെന്നും ബൂത്ത് പ്രവർത്തകരോട് പറയുമ്പോഴും ദൗത്യം സുവ്യക്തം. ഗ്യാരണ്ടിക്കുള്ള ഗ്യാരണ്ടിയാണ് മോദി ഗ്യാരണ്ടി എന്ന് വോട്ടർമാരോട് പറയാൻ മോദി പറയുമ്പോൾ കേരളം ആ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുമോ? 4000 കോടിയുടെ വികസന പദ്ധതികളാണ് ഇന്ന് കേരളത്തിനും രാജ്യത്തിനുമായി പ്രധാനമന്ത്രി സമ്മാനിച്ചത്. പാതി വോട്ടർമാരും ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്ന തൃശൂർ മണ്ഡലത്തെ എടുക്കുവാൻ മിന്നുകെട്ടും മീനൂട്ടും പിന്നെ മോദി ഗ്യാരണ്ടിയും മതിയാകുമോ? ബൂത്തിൽ ജയിക്കാൻ ഇത് മതിയാകുമോ? ചോദ്യം ഇതാണ്. മിഷൻ കേരള ലക്ഷ്യം കാണുമോ? അതിഥികളായി നമുക്കൊപ്പം CPM-ൽ നിന്നും K. അനിൽകുമാർ, മാധ്യമപ്രവർത്തകൻ N. ശ്രീകുമാർ, BJP-യിൽ നിന്നും KVS ഹരിദാസ് എന്നിവർ. ആദ്യം K. അനിൽകുമാറിലേക്ക്. K. അനിൽകുമാർ, മിന്നുകെട്ടിന് സാക്ഷിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മീനൂട്ട് നടത്തി 4000 കോടിയുടെ വികസന പദ്ധതികൾ രാജ്യത്തിന് സമർപ്പിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കേരളത്തെ അഭിനന്ദിച്ചു. അതിനുശേഷം ബൂത്തിൽ വിജയിക്കാൻ പ്രവർത്തകരെ ആഹ്വാനം ചെയ്ത് പോസിറ്റീവ് എനർജിയും നൽകിയാണ് മോദിയുടെ മടക്കം. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ രണ്ടും കൂട്ടിയാണ് ദേശീയ നേതൃത്വത്തിൻ്റെ വരവ്. രണ്ടാഴ്ചയ്ക്കുള്ളിൽ രണ്ടാം വരവാണ് മോദിയുടേത്. മോദി ഇപ്പോൾ അകലെ നിൽക്കുന്ന ഒരു നേതാവല്ല കേരളത്തിന്. തൊട്ടടുത്ത് റോഡ് ഷോ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നേതാവായി മാറുന്നു. മോദിയുടെ പ്രഭാവം കേരളത്തിൽ വോട്ടുനിലയിൽ മാറ്റമുണ്ടാക്കുമോ? ചുരുങ്ങിയ പക്ഷം തൃശ്ശൂരെങ്കിലും മോദിയുടെ പ്രഭാവത്തിൽ BJPക്ക് ഗുണമായി വിധിയെഴുതുമോ? അടിയന്തരാവസ്ഥക്കെതിരായ തെരഞ്ഞെടുപ്പിൽ അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യമാണ് സഖാവ് EMS ഉയർത്തിയത്. മോദി കേരളത്തിലുണ്ടെങ്കിൽ മോദി വാഴ്ചയെ അറബിക്കടലിൽ എറിയാൻ അധികം ബുദ്ധിമുട്ട് ആളുകൾക്കുണ്ടാവില്ല. ഇവിടെ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദിയുടെ മരണവെപ്രാളമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉത്തരേന്ത്യയിൽ കഴിഞ്ഞ തവണ പരമാവധി സീറ്റുകൾ കരസ്ഥമാക്കിയ ബീഹാറിലും UP-യിലും മറ്റ് ഹിന്ദു ഹൃദയഭൂമിയിലുമൊക്കെ ഇത്തവണ തങ്ങൾ പതുക്കെ പിന്നോട്ട് പോയി ഭരണവിരുദ്ധ വികാരത്തിൻ്റെ മുമ്പിലാണ് എന്ന് തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ദക്ഷിണേന്ത്യയിലെ അര സീറ്റും മുക്കാൽ സീറ്റും അരമുറി സീറ്റും ഒക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ തപ്പിത്തടയുമോ എന്നൊരു പരിവേഷണത്തിന് അദ്ദേഹം ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. ഒരു പരിവേഷണവും ഈ കേരളത്തിൽ നിൽക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ സ്ഥാപക നേതാവാണ് സഖാവ് P. കൃഷ്ണപിള്ള. ക്ഷേത്രത്തിൽ മണിയടിച്ച് തൊഴാനുള്ള അവകാശത്തിന് വേണ്ടി P. കൃഷ്ണപിള്ള ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ മർദ്ദിച്ചൊരു കൂട്ടരുണ്ട്. ആ മർദ്ദിച്ച കൂട്ടരുടെ കൂടെ നിന്നുകൊണ്ട് ആ പ്രത്യയശാസ്ത്രമാണ് നരേന്ദ്രമോദി ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികമാണ്. അദ്ദേഹം പ്രസംഗത്തിൽ എഴുത്തച്ഛനെക്കുറിച്ച് പറയുന്നത് കേട്ടു. ഏറ്റവും വലിയ തമാശ എന്താണ്? എഴുത്തച്ഛന് മലയാള ഭാഷയിൽ ശരിക്ക് ഒരു രാമായണം എഴുതാനാവാത്ത കൊണ്ടല്ലേ കിളിപ്പാട്ട് രാമായണം ഉണ്ടായത്? ഇങ്ങനെ ഇന്ത്യ രാജ്യത്ത് ചവിട്ടി അരയ്ക്കപ്പെട്ടൊരു സമൂഹമുണ്ട്. അവരിൽ ഭൂരിപക്ഷം ആളുകളും ഇന്നത്തെ ഹിന്ദു എന്ന കോളത്തിൽപ്പെടുന്നവരാണ്. ഒരാളെ പോലും കൈപിടിച്ച് അമ്പലത്തിൽ കയറ്റിയില്ല. നമ്മുടെ ഏതെങ്കിലും വീട്ടിലേക്ക് അക്ഷതവുമായി വന്നോ? വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ സംഘപരിവാരത്തിൻ്റെ ആരെങ്കിലും, അതിനുശേഷമുള്ള ഏതെങ്കിലും സന്ദർഭത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അക്ഷതവുമായി ആരെങ്കിലും വന്നോ? അക്ഷതം തന്നെ ഒരു തട്ടിപ്പാണ്. അയോധ്യയിൽ എന്തോ പൂജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിൽ കൊണ്ട് തരുന്ന സാധനം RSSൻ്റെ ശാഖയിൽ വേവുന്ന സാധനമാണ്. അത് അക്ഷരം എന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കുരിഞ്ഞു നിന്ന് കൈകൂപ്പി വാങ്ങിക്കുന്ന കാണാം. അവർ പാവങ്ങളെ പറ്റിക്കപ്പെടുകയാണ്. ഞങ്ങളുടെ ചോദ്യം, അമ്പലത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നരേന്ദ്രമോദിയോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം വൈക്കം സത്യാഗ്രഹത്തിനൊപ്പമാണോ? മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ഒരു കാരണം എന്തായിരുന്നു അറിയാവും? ഗാന്ധിഹത്യയുടെ ഒരു കാരണം രാഷ്ട്രീയവും മതവുമായിട്ട് അദ്ദേഹം കൂട്ടിക്കലർത്തി. എന്താണ് കൂട്ടിക്കലർത്തുന്നറിയാമോ? ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന നിയമം നിലനിൽക്കെ അതിന് വിരുദ്ധമായി വൈക്കം സത്യാഗ്രഹം അടക്കം നടത്താൻ അനുമതി കൊടുത്തു എന്നുള്ളതാണ് ഗാന്ധിഹത്യയുടെ ഒരു കാരണം, പല കാരണങ്ങളിലൊന്ന്. അവരാണ് ക്ഷേത്രങ്ങളെ വെച്ച് സംസാരിക്കുന്നത്. കപ്പൽശാലയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ അവിടെ അമ്പലത്തെക്കുറിച്ച് സംസാരിക്കുക, അമ്പലത്തിൽ പോയി രാഷ്ട്രീയം പറയുക.
ഇത് ഇന്ത്യ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയ്ക്കോ മതനിരപേക്ഷ വ്യവസ്ഥയ്ക്കോ അതുപോലെ തന്നെ ഭരണഘടനയ്ക്ക് അനുകൂലമായ ഒരു നിലപാടല്ലല്ലോ. തലതിരിഞ്ഞ രാഷ്ട്രീയമല്ലേ. അതുകൊണ്ട് വേതാളം തലകീഴായി കിടക്കുന്നത് പോലെ നരേന്ദ്രമോദി തലകീഴായി കിടക്കുകയാണ്. ആഴ്ചയിൽ 3 തവണ കേരളത്തിൽ വരാൻ നേരമുണ്ടല്ലോ. കല്യാണം കൂടാൻ നേരമുണ്ടല്ലോ. അദ്ദേഹം മരണം കൂടെ കൂടട്ടെ. അദ്ദേഹത്തെ കാത്ത് 88 മൃതദേഹങ്ങൾ മണിപ്പൂരിൽ കാത്തിരിക്കുന്നു. മോദി ഒന്ന് വന്നിരുന്നെങ്കിലോ? ആ മൃതദേഹങ്ങൾ ആരുടെയെന്നറിയില്ല. 248ഓളം പള്ളികൾ തകർക്കപ്പെട്ടിരിക്കുന്നു. ആ പള്ളികളിൽ തലയറുക്കപ്പെട്ട വിഗ്രഹങ്ങളുണ്ട്, ബിംബങ്ങളുണ്ട്, മാതാവിൻ്റെ രൂപങ്ങളുണ്ട്. ഒരു കിരീടം അണിയിച്ചില്ലെങ്കിലും ആ ശിരസ് തിരിച്ചു കൊടുക്കുമോ നരേന്ദ്രമോദി മണിപ്പൂരിൽ ചെന്നിട്ട്? മണിപ്പൂർ മറ്റേതെങ്കിലും അയൽ രാജ്യത്തിന് കൊടുത്തോ മോദി? എന്നിട്ട് കേരളത്തിൽ വന്നിട്ട് എന്തോ 4000 കോടി, ഒരു 4000 കോടി ഇല്ല. അല്ല, കേരളം ഒരു വാക്കൂടെ ഒരു 4000 കോടി കേരളത്തിനായി കൊച്ചി ഷിപ്പ്യാർഡിലെ ഡ്രൈ ഡോക്കിന് 1700 കോടി, രാജ്യാന്തര കപ്പൽ അറ്റകുറ്റപ്പണി കേന്ദ്രത്തിന് 920 കോടി, LPG-യുടെ ടെർമിനലിന് 1236 കോടി. 4000 വരും കണക്ക്. ആ കണക്കിൽ ഞങ്ങളുടെ തർക്കം എന്താണെന്നറിയോ? ഈ കൊച്ചി ഷിപ്പ്യാർഡ് മോദി കൊണ്ടുവന്നതല്ല, RSS കൊണ്ടുവന്നതല്ല. കൊച്ചി ഷിപ്പ്യാർഡ് മഹാനായ AKG അടക്കമുള്ള ആളുകൾ തിഹാർ ജയിലിൽ കിടന്നിട്ടുണ്ടാക്കിയതാണ് കൊച്ചി ഷിപ്പ്യാർഡ്. പൊതുമേഖലാ സ്ഥാപനം പണിതെടുക്കുന്നതും നരേന്ദ്രമോദിയുടെ കാലത്താണ്. അതിന്റെ ക്രെഡിറ്റ് കേരളത്തിനും അവകാശപ്പെട്ടതാണെന്ന് നരേന്ദ്രമോദി പറയുമ്പോൾ കൊടുക്കാൻ നമ്മളും വിനീതമാവട്ടെ. അതെ, ഞങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന കാര്യം വളരെ വളരെ കാര്യമായിട്ട് കേൾക്കും. അതായത് ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ കേരളത്തിന് തരികയാണെങ്കിൽ ഈ 4000 കോടി കൊച്ചിൻ ഷിപ്പ്യാർഡിന് കിട്ടിയതിന് സന്തോഷക്കുറവൊന്നുമില്ല. ചോദ്യം ഇതാണ്, നമ്മൾ ആവശ്യപ്പെട്ട AIMS നമുക്ക് തരാൻ നേരമുണ്ടോ? ശബരിമലയ്ക്ക് ഒരു തീവണ്ടിപ്പാത തരാൻ നേരമുണ്ടോ? ശബരിമല വിമാനത്താവളത്തിന് അനുമതി തരാൻ നമുക്ക് നേരമുണ്ടോ? ഈ കേരളത്തിൽ മുടങ്ങിക്കിടക്കുന്ന നാഷണൽ ഹൈവേ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം ചോദിക്കാതെ കേന്ദ്ര വിഹിതത്തിൽ പണിയാൻ നേരമുണ്ടോ? ആഴ്ച 3 തവണ ഇവിടെ വന്നിട്ട് കല്യാണം കൂടി നടന്നിട്ട് അമ്പലങ്ങളിൽ കയറി ദർശനം നടന്നിട്ട് കാര്യമില്ല. കേരളത്തെ അഭിനന്ദിച്ചു. കേരളത്തിന് ആ സമയത്ത് വലിയ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. കേരളം ആ ഒത്തുതീർപ്പ് ഫോർമുല അംഗീകരിച്ചത് കൊണ്ടാണ് അത് യാഥാർത്ഥ്യമായത്. നമ്മൾ അതിനുശേഷം പിന്നീട് മാറി നിന്ന് പഴി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അനിൽകുമാർ. ഞാൻ അനിൽകുമാർ സൂചിപ്പിച്ച കാര്യം, അമ്പലങ്ങളുടെ കാര്യം പറഞ്ഞ് കേരളത്തിൽ വോട്ട് നേടാമെന്ന് കരുതണ്ട. ചുരുക്കി എനിക്ക് മറ്റതികളിലേക്ക് കൂടി പോകണം. ഒരു വസ്തുതയുണ്ട് അങ്ങ് പറഞ്ഞ്. അത്രേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്ന നാഷണൽ ഹൈവേ വികസനം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മാറ്റിവെക്കപ്പെട്ടു. അത് 45 മീറ്റർ വേണോ 60 മീറ്റർ വേണോ എന്നൊരു തർക്കം, 30 മീറ്റർ വേണോ എന്നൊരു തർക്കത്തിൽ മാറ്റിവെക്കപ്പെട്ട കാര്യം പുനരാരംഭിക്കുന്നതിന് വേണ്ടി കേരളം കൊടുക്കേണ്ടി വന്ന വിലയാണത്. അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന ഭാവി എല്ലാ റോഡ് വികസനത്തിനും കേന്ദ്രം തരണമെന്ന് ഒരു കരാറും പിണറായി വിജയൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ അങ്ങനെ ഉണ്ടെന്നൊരു തെറ്റായ ധാരണ പരത്തി ഭാവി വികസനത്തെ തടയുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട അരുൺകുമാർ പറഞ്ഞല്ലോ എന്താണ് പ്ലാൻ. അതാണ് ഒരു വാചകം അങ്ങ് പറഞ്ഞല്ലോ, മിഷൻ കേരള. RSSന്റെ മിഷൻ കേരള തലശ്ശേരി വർഗീയ കലാപത്തെ തുടങ്ങിയതാ. ആ തലശ്ശേരി വർഗീയ കലാപത്തിൽ ചോര വീണ ഒരു കേരളമുണ്ട്. പക്ഷേ ഇന്ന് ആ ചോരയുടെ വഴിയെ വരാൻ പറ്റാത്തതുകൊണ്ട് ഒരു ഭൂതന വേഷം കെട്ടി വന്നിട്ടുണ്ട്. അതൊക്കെ കേരളം മനസ്സിലാവും. വർഗീയതയല്ല അവിടെ പറയുന്നത്. വികസന പദ്ധതികൾ എങ്ങനെയാണ് ഈ സർക്കാർ ജനങ്ങളിലേക്ക് എത്തിച്ചത് എന്ന് ഗുണഭോക്താക്കളെ നിരന്തരം നമ്മൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അതിന് ആപ്പ് വഴിയാണെങ്കിൽ ആപ്പ് വഴി നിങ്ങൾ അവരെ ഡിജിറ്റൽ വഴി വിനിമയം ചെയ്തുകൊണ്ടിരിക്കണം. ഈ വിവരങ്ങൾ ആ ബൂത്ത് തലത്തിലുള്ള വോട്ടർമാരിൽ എത്തിച്ച് ബൂത്ത് തലത്തിലാണ് നമ്മൾ വിജയിക്കേണ്ടത്. മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കൂ. ഗ്യാരണ്ടിക്കുമേൽ സബ്സേ ബഡാ ഗ്യാരണ്ടിയാണ് മോദി ഗ്യാരണ്ടി എന്ന് മോദി പറയുകയാണ്. ഒരൊറ്റ വർഗീയതയുടെയും അമ്പലത്തെക്കുറിച്ചുള്ള ഒരു പരാമർശം ഒഴിച്ചു നിർത്തിയാൽ വർഗീയതയുടെ ഒരു വാക്കുപോലും ഇത്തവണ നരേന്ദ്രമോദിയുടെ 2ാം വരവിൽ പറഞ്ഞിട്ടില്ല എന്നതും നമ്മൾ കേൾക്കണം. കെ അനിൽകുമാർ, അത് വസ്തുതാവിരുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ യാത്രാ റൂട്ട് നോക്കൂ. തൃപ്പയാർ അമ്പലം മിനിയാന്ന് അവിടെ ഉണ്ടായിരുന്നല്ലോ. ഇന്ന് തന്നെ അവിടെ വരാൻ കാരണം 4 അമ്പലത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കുന്നത് കേട്ടല്ലോ. എന്താ അങ്ങനെ പറയാൻ കാരണം? സർ, അദ്ദേഹം ഒരു വിശ്വാസിയാണ്. വിശ്വാസിയായ പ്രധാനമന്ത്രി 22ാം തീയതി നടക്കുന്ന അയോധ്യയിലെ അനുഷ്ഠിച്ചു നിൽക്കുന്നു. അദ്ദേഹം പശ്ചിമബംഗാൾ, അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ക്ഷേത്രത്തിൽ പോയി. അദ്ദേഹം ഇന്നിപ്പോൾ കേരളത്തിലെ രാമക്ഷേത്രത്തിൽ വന്നു. ഞാൻ മനസ്സിലാക്കുന്നത് മറ്റന്നാൾ രാമേശ്വരത്ത് പോകുന്നുവെന്നാണ്. അങ്ങനെ അദ്ദേഹത്തിന് കഴിയാവുന്ന എല്ലാ ക്ഷേത്രങ്ങളിലും സന്ദർശനം നടത്തുന്നു. ആ സന്ദർശനത്തിനു ശേഷം അദ്ദേഹം പോകുന്നു. അത് പ്രധാനമന്ത്രി എന്ന നിലയിലല്ല, അതായത് ഒരു വിശ്വാസി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് ഏത് ക്ഷേത്രത്തിൽ പോകാനുമുള്ള അവകാശമുണ്ട്. അതിനെ നമ്മൾ എങ്ങനെ എതിർക്കും? കെ അനിൽകുമാർ, മതവിരുദ്ധമാണ് അദ്ദേഹം. രാഷ്ട്രീയ വിരുദ്ധമാണ് ചെയ്യുന്നത്, മതവിരുദ്ധ ചെയ്യുന്നത്.
രാഷ്ട്രീയ വിരുദ്ധ എന്ന് പറയാൻ കാരണം ഒരു അമ്പലത്തിന്റെ ക്ഷേത്രപ്രതിഷ്ഠാ ചടങ്ങെന്ന് പറയുന്നത് മതപരിപാടിയാണ്, അത് രാഷ്ട്രീയ പരിപാടിയല്ല. അല്ല, അത് അതുകൊണ്ട് പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരാൾ അവിടെ അങ്ങ് പോയി എന്ന് തൃപ്രയാറിലെ പറയുന്നത് കാര്യത്തിൽ തെറ്റായ എന്താണ് അങ്ങേക്ക് വിയോജിപ്പ്? കാര്യമാണ്. അദ്ദേഹം ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റായ കാര്യം. ഞാൻ പറയട്ടെ അദ്ദേഹം അവിടെ പോയി ചെയ്യുന്നു എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണ്. രണ്ട്, ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങ് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാളോ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല, അത് തെറ്റായ കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഹിന്ദുധർമ്മം അനുസരിച്ച് എന്താ കാണുന്നത്, ഒരു അപ്രകാരം ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നിർവഹിക്കേണ്ടത് ആരെന്ന് ആ മതം പറയുന്നുണ്ട്. എന്താണ് ഗുരുദേവന്റെ ശ്രീനാരായണ ഗുരുദേവന്റെ നമ്മളിപ്പോൾ ക്ഷേത്രങ്ങളിൽ തന്ത്രിയായിട്ട് എല്ലാ മതങ്ങളിൽപ്പെട്ടവർക്കും സാധ്യതയുള്ള ഒരു നിയമത്തിലേക്ക് കേരള സർക്കാർ കൊണ്ടുവന്നത് കെ അനിൽകുമാർ. അതവിടെ നിൽക്കട്ടെ. പക്ഷേ എന്റെ ചോദ്യം, അങ്ങ് തൃപ്രയാറിനെ എതിർക്കുന്നത് എന്തിനാണ്? ഗുരുവായൂർ അമ്പലത്തിൽ കല്യാണം കൂടാൻ വന്നത് പ്രത്യേക വ്യക്തി താല്പര്യം കൊണ്ടാണ്. ആ വ്യക്തി താല്പര്യത്തെ നമ്മൾ അംഗീകരിക്കുന്നു. മാത്രവുമല്ല, നമ്മുടെ നാട്ടിലൊക്കെ പ്രധാനമന്ത്രി എത്തുമ്പോൾ അത് ഈ പിൽഗ്രിം ടൂറിസത്തിന്റെ സെക്ടറിൽ കൂടി ഒരു വലിയ മാറ്റമുണ്ടാക്കും. ഇന്നലെ ഗുരുവായൂരിനെ കുറിച്ച് അദ്ദേഹം ട്വീറ്റ് ചെയ്തു. ഇന്നിപ്പോൾ തൃപ്രയാറിനെ കുറിച്ച് പക്ഷേ ട്വീറ്റ് ചെയ്യുമായിരിക്കും. കൊച്ചിയെക്കുറിച്ച് ട്വീറ്റ് ചെയ്തു. നേരത്തെ ലക്ഷദ്വീപിനെ കുറിച്ച് ട്വീറ്റ് ചെയ്തതുപോലെ. അതിലപ്പോൾ നമ്മളൊരു വ്യത്യസ്ത അഭിപ്രായം കാണേണ്ടതില്ല. ഞാൻ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഞാൻ KVS ഹരിദാസിലേക്ക് പോകുന്നു. KVS ഹരിദാസ്, കേരളത്തിന്റെ മതേതര മനസ്സിൽ നിന്ന് ഒരു വോട്ടും ഈ ഷോ കൊണ്ട് നേടാൻ കഴിയില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. അതുതന്നെയാണ് CPM കണക്ക് കൂട്ടുന്നത്. നിലവിൽ വോട്ടർമാരിൽ 51% മൈനോറിറ്റി വിഭാഗത്തിലുള്ള തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഈ ഷോ കൊണ്ടൊന്നും, ഒരു ലൂർദ് മാതാ പള്ളിയിൽ കിരീടം കൊടുത്തിട്ടൊന്നും കാര്യമില്ല എന്നാണ് കേരളത്തിലെ ഇടതുപക്ഷവും കോൺഗ്രസും പറയുന്നത്. ഇന്ന് ബൂത്ത് പ്രവർത്തകരോട് നരേന്ദ്രമോദി പറയുന്നത് മോദി ഗ്യാരണ്ടി ജനങ്ങളിലേക്ക് എത്തിക്കൂ എന്നതാണ്. ഗുണം കാണാൻ സാധ്യതയുണ്ടോ? KVS ഹരിദാസ്. എല്ലാവരും ഞാൻ അതിലേക്കൊക്കെ വരാം. ഇന്ന് ഈ ചർച്ച തുടങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് അനിൽകുമാർ എന്തൊക്കെയാണ് ഇവിടെ വിളിച്ചു കൂവിയത്. സാധാരണ നിലയ്ക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ചർച്ചയ്ക്ക് വരുന്നതിൽ ഞാൻ മുമ്പും തുറന്നു പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പഠിക്കുകയും ഗൃഹപാഠം നടത്തുകയും മാന്യമായിട്ട് വിഷയങ്ങളെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്ന ശീലമുള്ള ആളാണ് അനിൽകുമാർ. ഇന്ന് പ്രധാനമന്ത്രിയെക്കുറിച്ചും അദ്ദേഹം കേരളത്തിൽ നടത്തിയ സന്ദർശനത്തെക്കുറിച്ചും എത്ര മാത്രം തരംതാണ നിലയ്ക്കാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്ക് അദ്ദേഹത്തിനൊരു സഹതാപമേ ഉള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മനസ്സിലുള്ള ആശങ്കയും എന്താ പറയുക, ഒരു വല്ലാത്ത അവസ്ഥയുമാണ് അതിലൂടെ പുറത്തു വരുന്നത്. അദ്ദേഹം ഉദ്ധരിച്ചത് വൈക്കം സത്യാഗ്രഹത്തെയും ഗുരുവായൂർ സത്യാഗ്രഹത്തെയാണ്. ഡോക്ടർ അരുൺ കുറേ നാള് പൊളിറ്റിക്കൽ സയൻസ് പഠിപ്പിച്ചിട്ടുള്ള ആളല്ലേ. കേരളത്തിന്റെ ചരിത്രം നിങ്ങളും കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഈ AKGയുടെ ആത്മകഥയെങ്കിലും അനിൽകുമാർ വായിച്ചു നോക്കട്ടെ. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് കേളപ്പജിയായിരുന്നു അതിൻ്റെ നേതാവ്. AKG ഉണ്ടായിരുന്നു. അങ്ങനെ പലരും ഉണ്ടായിരുന്നു അവിടെ. സുബ്രഹ്മണ്യം തിരുമുമ്പ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അന്ന് കോൺഗ്രസ്സുകാരാ, കമ്മ്യൂണിസ്റ്റുകാരൊന്നുമല്ല. വൈക്കം സത്യാഗ്രഹം നടക്കുന്ന കാലത്തും ഇവരൊക്കെ ഉണ്ടെങ്കിൽ ഗുരുദേവൻ ഉൾപ്പെടെ ഉണ്ട്, TK മാധവൻ ഉൾപ്പെടെ ഉണ്ട്. അന്നൊരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ല കേരളത്തിൽ. എന്നിട്ട് ഈ കേരളത്തിൽ നടക്കുന്ന സാമൂഹ്യ വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ സാമൂഹ്യ പരിവർത്തനത്തിന്റെ ഉടയോനാവാനായിട്ട് നാണാവൂലേ കമ്മ്യൂണിസ്റ്റുകാർക്ക്? ഏത് കമ്മ്യൂണിസ്റ്റുകാരനാ ഉള്ളേ ഗുരുവായൂർ സത്യാഗ്രഹം EMSന്റെ ആത്മകഥ എടുത്ത് വായിച്ചു നോക്കുക നിങ്ങൾ. അന്ന് EMS പറയുന്നുണ്ട്, AKG പറയുന്നുണ്ട്. ചരിത്രം പഠിക്കൂ നിങ്ങളാദ്യം, എന്നിട്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ചാൽ മതി. നാണക്കേട് അനിൽകുമാറെ ഇത്തരമുള്ള വാദഗതികളുമായിട്ട് പൊതുരംഗത്ത് വരുന്നത്. നിങ്ങളെപ്പോലുള്ളവരിൽ നിന്ന് അതൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അത്ര എനിക്ക് ആമുഖമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളൂ. രണ്ടാമത്തെ ഒരു പ്രശ്നം, മോഡിജിയുടെ 3ാമത്തെ വിസിറ്റാണ്. ഒരു നിമിഷം. അങ്ങ് നേരത്തെ ആദ്യം കൊച്ചിയിൽ വന്നു UN പരിപാടി സൂചിപ്പിച്ചൊരു വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ അനിൽകുമാർ സൂചിപ്പിച്ചൊരു കാര്യം, P കൃഷ്ണപിള്ള മണിയടിച്ചാണല്ലോ അവിടെ വാതിൽ തുറക്കാനുള്ള അനുവാദം നേടിക്കൊടുക്കുന്നത് എന്നതാണല്ലോ ഒരു പ്രചരണം. ഈ ഹിന്ദു മഹാസഭയുടെയോ അന്ന് 1925 രൂപീകരിച്ച RSSന്റെയോ ഏതെങ്കിലും നേതാക്കൾ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിരുന്നോ? KVS ഹരിദാസ്. കേരളത്തിൽ തുടങ്ങിയിട്ടില്ല. തുടങ്ങിയത് 40കളിലാണ് കേരളത്തിൽ. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇല്ല കേരളത്തിൽ. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് അതിന്റെ അവകാശവാദം ഉന്നയിക്കേണ്ട അധികാരമില്ല, അവകാശമില്ല. കൃഷ്ണപിള്ളയുണ്ട്, K കേളപ്പനുണ്ട്,
അപ്പോൾ ഇവരൊക്കെ ഈ തിരുമുമ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തവരാണ്. പക്ഷെ പേരിന് വേണ്ടിയെങ്കിലും പിന്നീട് BJP ആവുകയോ ഹിന്ദു മഹാസഭയിലേക്ക് എത്തുകയോ പിന്നീട് എപ്പോഴെങ്കിലും RSS പ്രവർത്തകരാവുകയോ എങ്ങാനും ചെയ്ത ഒരാളുടെ പേരെങ്കിലും നമുക്ക് ഗുരുവായൂർ സത്യാഗ്രഹത്തിൽ എടുത്തു കാണിക്കാനുണ്ടാകുമോ ശ്രീ KVS ഹരിദാസ്? കേളപ്പജി ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അധ്യക്ഷനായില്ലേ? പിന്നീട് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ സ്ഥാപക നേതാവാണ് കേളപ്പൻ. ആരാധ്യനായ നേതാവല്ല. ഞാൻ ചുക്കണേ കേരള അല്ലല്ല പറഞ്ഞ കേൾക്കുവാരുണേ, കേരളത്തിലെ ഒരു സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽപ്പെട്ട ഒന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതി. അതിൻ്റെ സ്ഥാപക നേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വച്ചിട്ടാണ് സമിതിയുടെ എല്ലാ യോഗങ്ങളും നടക്കുന്നത് ഇന്നും. അതുകൊണ്ട് നിങ്ങൾ ആ അതൊന്നും ഉന്നയിക്കണ്ട. കേരളത്തിലെ കേളപ്പജി സംഘപരിവാറിന്റെ കൂടെ നടന്ന അവസാന കാലങ്ങളിൽ സംഘപരിവാറിന്റെ കൂടെ തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം കൊടുത്തത് ആരാരുണേ? കേളപ്പജിയായിരുന്നു. അന്ന് EMS-ഉം ലീഗും ഉൾപ്പെടെ ഉള്ളവര് EMS-ഉം ലീഗും ഉൾപ്പെടെ ഉള്ളവര് തളി ക്ഷേത്ര സമരത്തിനെതിരായിരുന്നു. ചരിത്രമാണ് ഇതൊക്കെ. അന്ന് മുതല് ക്ഷേത്ര സംരക്ഷണ സമിതി സ്ഥാപിച്ച് അതിന് മുന്നിൽ നിന്ന് നയിച്ച നേതാവാണ് കേളപ്പജി. അതുകൊണ്ട് ചരിത്രത്തിന്റെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം തന്നെ നിങ്ങൾ പരിശോധിച്ചാൽ ഈ കാര്യങ്ങൾ മനസ്സിലാവും. അല്ല, അങ്ങ് ചരിത്രത്തെ കുറിച്ച് സൂചിപ്പിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. ശരിയാണ്, അന്ന് CPM-ന്റെ നേതാവ് എന്ന നിലയിലല്ലല്ലോ ഈ ഇടതുപക്ഷത്തുള്ളവർ പങ്കെടുക്കുന്നത്. അത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ചവരാണ്. ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൽ കറങ്ങണ്ട. നമുക്ക് മോദിയുടെ വിസിറ്റിലേക്ക് ഹരിദാസ്. അതെ, ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മോഡിയുടെ ഇത് 3ാമത്തെ വിസിറ്റാണ്. ആദ്യത്തെ പരിപാടിയിൽ അദ്ദേഹം കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വിദ്യാർത്ഥികളെയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്തത്. അതിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. വിവിധ ക്യാമ്പസുകളിൽ നിന്ന് മോഡിയെ കാണാൻ താല്പര്യമുള്ളവരെ ഞങ്ങൾ ഓൺലൈൻ മുഖേന രജിസ്റ്റർ ചെയ്തിട്ട് കൊണ്ടുവരിക ചെയ്തത്. അവരെയാണ് മോഡിക്ക് അഭിസംബോധന ചെയ്തത്. ആ പ്രസംഗത്തെ എത്തിച്ചവർക്കറിയാം. അതിൽ മോഡി ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ചും അതിൽ മോഡി ഗവൺമെൻറ് വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ചുമാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്തത്. രണ്ടാമത്തെ അദ്ദേഹം വന്നത് തൃശ്ശൂർ നടന്ന സ്ത്രീ സംഗമമാണ്. അതിലും BJP-ക്കാരായ സ്ത്രീകൾ മാത്രമല്ല, അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ ധരിക്കുന്നുണ്ടെങ്കിൽ അവരോട് അതിനോട് സഹതാപമേ ഉള്ളൂ. ഞങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തിലുള്ള നമ്മുടെ അമ്മമാരോടും സഹോദരിമാരോടും പറഞ്ഞു, മോഡിജി വരുന്നുണ്ട്, മോഡിജിയെ കാണാനെത്തണം. ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനപ്പുറമായിരുന്നു റെസ്പോൺസ്. വന്നവർക്ക് തേക്കങ്കാട് മൈതാനിയിൽ തൃശ്ശൂർ നഗരത്തിൽ ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. ആ റോഡ് ഷോയും നമ്മളൊക്കെ കണ്ടതാണ്. 3ാമത്തെ പ്രോഗ്രാമാണ് കൊച്ചിയിലെ ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ. വളരെ വൈകിയാണ് അദ്ദേഹം വന്നത്. ഞാൻ ഇന്നലെ രാത്രി മടങ്ങുന്ന സമയത്ത് ഒരു സംഭവം മാത്രം പറയാം. രാത്രി മടങ്ങുന്ന സമയത്ത് ചില സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ നടന്നു പോവുക. അവർ പറഞ്ഞു, ഞങ്ങൾ 3:30 മണിക്ക് വന്നതാണ്, മോഡിജിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നതാണ്. മോഡിജി ഞങ്ങളുടെ ഒരു ജീവൻ്റെ ഭാഗമാണ്, ഞങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാണുന്ന നേതാവാണ്. അങ്ങനെ പറയുന്ന മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ട ആളുകൾ പോലും ഇന്നലെ കൊച്ചിയിൽ മണിക്കൂറുകൾ വന്ന് അദ്ദേഹത്തിനെ കാണാൻ കാത്തു നിന്നു. അത് കേരളത്തിൽ വന്നിട്ടുള്ള മാറ്റമാണ്. ഞങ്ങൾ കേരളത്തിൽ ഒരു പഠനം നടത്തിയിരുന്നു, കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളെക്കുറിച്ച്. മോഡിക്കുള്ള അപ്രൂവൽ മോർ ദാൻ 34% നരേന്ദ്രമോദിയെ അംഗീകരിക്കുന്നു എന്ന് പറയുന്നവർ കേരളത്തിൽ 34-35%. അത് ഏറ്റവും കൂടുതലുള്ളത് കൊച്ചിയിലാണ്. ഞങ്ങൾ അത് ജനമനസ്സുകൾ കീഴടക്കാൻ, അവരുടെ ആ മനസ്സുകളെ കീഴടക്കാനുള്ള ഒരു കർമ്മ പദ്ധതിയുമായി സ്ത്രീകളുടെ മനസ്സ് കീഴടക്കാൻ സ്ത്രീ സംഗമം, വിശ്വാസികളുടെ മനസ്സ് കീഴടക്കാൻ തൃപ്രയാറടക്കമുള്ള 4 അമ്പല ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും ഗുരുവായൂരിലെ ക്ഷേത്ര പരിസരത്തും ഒക്കെ നരേന്ദ്രമോദി എത്തുന്നു. പക്ഷേ 88 മൃതദേഹങ്ങൾ കാത്തിരിക്കുന്ന മണിപ്പൂരിലേക്ക് എന്തുകൊണ്ട് പ്രധാനമന്ത്രി എത്തുന്നില്ല? അനിൽകുമാറിന്റെ ഒരു ചോദ്യം അതായിരുന്നു. കല്യാണം കൂടാൻ സമയമുണ്ട്, പക്ഷേ മണിപ്പൂരിൽ അടിയന്തരം കൂടാൻ സമയമില്ല. അതെന്തായിരിക്കും കാരണം? KVS ഹരിദാസ്. അരുണിന്റെ രാഷ്ട്രീയം അവിടെ ഇരിക്കട്ടെ, അനിൽകുമാറിന്റെ രാഷ്ട്രീയം അവിടെ ഇരിക്കട്ടെ. മണിപ്പൂർ ഇന്ന് സാധാരണ നിലയിലാണ്. അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സുപ്രീം കോടതി തന്നെ നേരിട്ട് ഇടപെട്ടു. സുപ്രീം കോടതി നിശ്ചയിച്ച പോലെ കാര്യങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. ഗവൺമെൻറ് മാത്രമല്ല, സുപ്രീം കോടതി നിശ്ചയിച്ച ഉന്നതതല സമിതിയുടെ മാർഗദർശനം അനുസരിച്ചാണ് അവിടെ കാര്യങ്ങൾ നടക്കുന്നത് മുഴുവൻ.
ഇത്തരം കാര്യങ്ങളിൽ. ഈ കലാപത്തിന് ശേഷമുണ്ടായ സാഹചര്യങ്ങൾ അതാണ്. അത് അവിടെ കമ്മീഷ 2-3 തവണ സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മണിപ്പൂരിനെ കുറിച്ച് വല്ലാത്ത ആശങ്ക ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്കറിയാം. കേരളത്തിൽ മാത്രമേ ഉള്ളൂ അത്. കേരളത്തിന് പുറത്തേക്ക് പോയാൽ ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പുകളിലും പ്രധാനമന്ത്രിക്ക് ആരുടേതെന്ന് പോലും തിരിച്ചറിയാതെ സൂക്ഷിച്ചിരിക്കുന്ന മണിപ്പൂരിലേക്ക് അവിടെ ഇപ്പോഴും അശാന്തിയുണ്ട്. ഇന്നും ഒരു വീരമൃത്യുവിന്റെ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ ആ മണിപ്പൂരിന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രിക്ക് എത്താൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? അതൊരു ചോദ്യമാണ്. അല്ല, ആ ചോദ്യം അവിടെ നിൽക്കട്ടെ. അനിൽകുമാർ ചോദിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. അനിൽകുമാറിന് ചോദിക്കാം, കോൺഗ്രസ്സുകാർക്ക് ചോദിക്കാം, അതവർ ചോദിച്ചുകൊണ്ടേയിരിക്കട്ടെ. അതിന് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമില്ല. ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യം ഇനിയില്ല. ഓക്കെ, ശരി. ഞാൻ ശ്രീകുമാറിലേക്ക് എത്താം. ശ്രീകുമാർ, തൃശ്ശൂർ മണ്ഡലം എടുക്കുക എന്നതാണ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം മോദിയുടെ 2ാം വിസിറ്റിൻ്റെയെങ്കിലും പ്രധാനപ്പെട്ട കാര്യം. ആ സൂചനകൾ വ്യക്തവുമാണ്. നിങ്ങൾ സുരേഷ് ഗോപി ജയിപ്പിച്ച് തരൂ, അടുത്ത മോദി സർക്കാരിൽ ഒരു മന്ത്രി എന്ന് പറയാതെ പറയുന്നുണ്ട് ഈ അടുപ്പം. ഇതൊക്കെ വളരെ വലിയ പ്രതീക്ഷ നൽകലാണ്. അതാണ് മോദി ഗ്യാരണ്ടി. മോദി ഗ്യാരണ്ടിയെക്കുറിച്ച് മോദി പറയുന്നു. അതേസമയം തന്നെ സുരേഷ് ഗോപിയുടെ അടുപ്പത്തെക്കുറിച്ച് പറയുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തുന്നു, നാലമ്പല ദർശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള തൃപ്രയാറിലെത്തുന്നു, അവിടെ ഇരുന്ന് വേദാർച്ചന കാണുന്നു. ഇതെല്ലാം ലോകമെമ്പാടുമുള്ള മലയാളികളടക്കം ടെലിവിഷനുകളിലൂടെ കാണുകയാണ്. ഇപ്പോൾ നരേന്ദ്രമോദി തൊട്ടടുത്ത് നിന്ന് തൊടാൻ കഴിയുന്നൊരു നേതാവായി അങ്ങനെയൊരു ഫീലിലേക്ക് എത്തുന്നു എന്നതാണ്. കേരളത്തിലെ BJP നേതൃത്വത്തിന് ചില പരിമിതികൾ ഉണ്ടാവാം. അതിനെ മറികടക്കുകയാണ് മോദിയുടെ പ്രഭാവം കൊണ്ട്. മോദിയുടെ പ്രഭാവം കൊണ്ട് മറികടക്കേണ്ടത് ഇനി കേവലം 11% വോട്ടുകൾ കൂടി മാത്രം മതി. തൃശ്ശൂർ മണ്ഡലത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ പോലും അതേ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നതെങ്കിൽ ആ 11% വോട്ടുകൾ മറികടക്കാൻ ഈ മോദി പ്രഭാവം സഹായിക്കില്ല എന്നെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? ഡോക്ടർ അരുൺകുമാർ, നരേന്ദ്രമോദി കഴിഞ്ഞ 5-6 മാസം മുമ്പ് നടത്തിയ പ്രസംഗങ്ങളും ഇപ്പോൾ നടത്തിയ പ്രസംഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ശ്രദ്ധിക്കുക. ഒരു അയോധ്യ അജണ്ടയിലേക്ക് BJP ചുരുങ്ങിയതും പിന്നീട് ഓരോ സാഹചര്യം എടുത്തിച്ച് സംസ്ഥാനങ്ങളിൽ പോയിട്ട് അദ്ദേഹം പ്രസംഗിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അത് ഹിന്ദി ബെൽറ്റിലും അവർക്ക് ക്ഷീണം സംഭവിക്കും. ബീഹാർ, ഒറീസ തുടങ്ങിയ ഭാഗത്ത് ക്ഷീണം സംഭവിക്കും. ദക്ഷിണേന്ത്യയിൽ BJPക്ക് കർണാടക മാറ്റി നിർത്താണ്ട് കർണാടക ഒഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള സ്വാധീനവുമില്ല. ഈ സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ അവർ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. അതിൽ കൂടുതൽ കേരളത്തിന് ശ്രദ്ധ ചെലുത്തും. കേരളത്തിന് ശ്രദ്ധ ചെലുത്തും. കാരണം അവർക്ക് നേരത്തെ അരുൺകുമാർ പറഞ്ഞ പോലെ അവർക്കൊരു വിശ്വാസമുണ്ട്, തൃശ്ശൂരിൽ ജയിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസമുണ്ട്. മോദി എപ്പോഴും ഒരു പ്രായോഗിക രാഷ്ട്രീയക്കാരനാണെന്ന് അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ വിശ്വാസവും രാഷ്ട്രീയവും കൂട്ടിക്കലർത്തിയിട്ട് പരമ്പരാഗതമായിട്ട് ഉള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകൾ, നിഷ്പക്ഷ അനുഭാവികളുടെ കോൺഗ്രസ് അനുകൂല വോട്ടുകൾ, ഇതിലൊരു വിശ്വാസം കൊണ്ടുവന്ന് ഈ വോട്ട് ബാങ്ക് കലക്കി അത് ഒരു പക്ഷേ CPM അനുകൂലമായിട്ട് തീരും. അത് എന്തായാലും BJP ജയിക്കില്ല, അപ്പോൾ CPM അനുകൂലമായിട്ട് തീരും. അപ്പോൾ മോദിക്കത് മതി. കാരണം കേരളത്തിൽ നിന്നും ദേശീയ തലത്തിൽ ഒറ്റക്കക്ഷിയാവാനുള്ള എണ്ണം ഇവിടെ കോൺഗ്രസ്സിന് കിട്ടാൻ പാടില്ല. BJP ജയിക്കില്ല എങ്കിൽ പിന്നെ കോൺഗ്രസ് ഒറ്റക്കക്ഷിയാകാനുള്ള ആ ഒരു സാഹചര്യം എന്തിനാ ഉണ്ടാക്കി കൊടുക്കണം? അത് കലക്കുക. ഇപ്പം നിങ്ങൾ നോക്കൂ, ശ്രീ KVS ഹരിദാസ് പറഞ്ഞു നാരി ശക്തി തൃശ്ശൂരിൽ സമ്മേളനം നടത്തി. ഈ സമ്മേളനത്തിലേക്ക് അവർ സ്ത്രീകളെ കൊണ്ടുവന്നത് ഹരിദാസ് പറഞ്ഞത് ശരിയാണ്. വീട്ടമ്മമാരെയൊക്കെ എല്ലാവരും BJPക്കാരാണോ വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ BJPക്കാരല്ലാത്ത കോൺഗ്രസ് അനുഭാവികളായ വീട്ടമ്മമാരുടെ വീട്ടിൽ പോയിട്ട് VIP കാർഡാണ് കൊടുത്തത്. VIP എന്നെഴുതിയൊരു കാർഡാണ് കൊടുത്തത്. ഒരു സാധാരണ വീട്ടമ്മയുടെ കയ്യിൽ പ്രധാനമന്ത്രിയുടെ സമ്മേളനത്തിലേക്കുള്ളൊരു VIP കാർഡ് കിട്ടുമ്പോൾ അവർക്ക് എന്താണ് തോന്നുക? അപ്പോൾ ഇങ്ങനെ ഇതേ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പരമ്പരാഗതമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരുന്ന കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ടുകളും വിശ്വാസികളുടെ വോട്ടും ഒക്കെ ഒന്ന് കുളം കലക്കി ഇല്ലാതാക്കുന്ന ഒരു സമീപനത്തിലേക്കാണ് BJPയുടെ ലക്ഷ്യമെന്ന് ഞാൻ ധരിക്കുന്നു. അല്ലാതെ BJPക്ക് തൃശ്ശൂർ എടുക്കാനൊന്നും കഴിയില്ല. അത്ര വലിയ ഭൂരിപക്ഷത്തിലേക്ക് അവർ എത്തില്ല എന്നുള്ളത് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മനസ്സിലാക്കുന്നവർക്കറിയാം, പ്രത്യേകിച്ച് ഒരു ന്യൂനപക്ഷ മണ്ഡലമായതുകൊണ്ട്. ഞാൻ ഈ നേരത്തെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ദക്ഷിണേന്ത്യയിൽ ഏതാണ്ട് 120 സീറ്റുണ്ട്. 4 പഞ്ചാബും അതുപോലെ തന്നെ നമ്മുടെ കൂട്ടിയാൽ അത് മറ്റേ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളോട് കൂട്ടിയാൽ 4 സീറ്റാണ് കഴിഞ്ഞുകൊണ്ട് BJPക്ക്. അതിൽ 2 പഞ്ചാബിൽ നിന്ന് 2 തെലങ്കാനയിൽ നിന്നാണ്ടാണ്. അത്ര ഉള്ളവരുടെ കാര്യം. അതുപോലെ നോക്കൂ, ബീഹാർ, ഒറീസ ആ ഭാഗത്തുള്ള ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്താൽ അവിടുത്തെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ.
അതുപോലെ മധ്യപ്രദേശിൻ്റെ ആ ഒരു ബെൽറ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഗുജറാത്താണ് അവർക്ക് വളരെ മെച്ചമുള്ളൊരു സംസ്ഥാനം. ബംഗാളിലത്തെ കാര്യം നോക്കൂ, മഹാരാഷ്ട്ര നോക്കൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ സീറ്റ് കൂടുതൽ കിട്ടാൻ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ ദക്ഷിണേന്ത്യ നോക്കുകയാണ്. കർണാടകത്തിൽ ദേവഗൗഡയുടെ പാർട്ടിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കുക, അവിടെ നിന്ന് കുറേ സീറ്റ് കിട്ടുമെന്ന് നോക്കുക. ഇനി ചിലപ്പോൾ ആന്ധ്രാപ്രദേശത്തിൽ അവരൊരു പക്ഷേ നമ്മുടെ മറ്റേ YS ശ്യാമള കോൺഗ്രസ്സിലേക്ക് വന്ന് അവിടെ PCC പ്രസിഡൻ്റ് ആയപ്പോൾ പഴയ YS രാജശേഖര റെഡ്ഡിയുടെ മകൻ അദ്ദേഹം ആന്ധ്ര മുഖ്യമന്ത്രി, അദ്ദേഹം ഒരുപക്ഷെ BJPയുമായിട്ടൊരു സഖ്യമുണ്ടാക്കാം. അതുപോലെ ഈ തെലങ്കാനയിലെ അവിടുത്തെ പഴയ ചന്ദ്രശേഖർ റാവുട്ട് സഖ്യമുണ്ടാക്കാം. അങ്ങനെ കുറച്ച് സീറ്റൊക്കെ കിട്ടുമെന്നുള്ള തോന്നലൊക്കെ അവർക്ക് ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യണം? കേരളത്തിലെ 20 സീറ്റിൽ 19 കോൺഗ്രസ്സിനാണ്. ആ 19 അടുത്ത തവണ കിട്ടുമോ കിട്ടാതിരിക്കുമോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷേ അത് കിട്ടിയാലോ എന്നവർ ചിന്തിക്കാൻ കാരണം കേരളത്തിലെ LDF ഗവൺമെൻറ് വിരുദ്ധ വോട്ടുകൾ കുറേയുണ്ട്. ആ വോട്ടുകൾ അപ്പാടെ UDFിലേക്ക് പോയി കഴിഞ്ഞാൽ BJPക്ക് ഭയങ്കര നഷ്ടം സംഭവിക്കും. കാരണം ഏതാണ്ട് 19-20 സീറ്റ് ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒറ്റക്കക്ഷിയാവാനുള്ള ആ ഒരു ഇമേജ് കോൺഗ്രസ് സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദി കഴിഞ്ഞ തവണ സുരേഷ് ഗോപി എത്തുമ്പോൾ ശ്രീകുമാർ ഒന്ന് ഇടപെട്ട് ചോദിച്ചോട്ടെ. 1,91,141 വോട്ടാണ് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ തൊട്ടു മുമ്പുണ്ടായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്ന KP ശ്രീശനേക്കാൾ നേടിയത് 2019 എത്തുമ്പോൾ. ഇനി ഒരു 1,70,000 വോട്ടുകൾ കൂടി നേടണം. പക്ഷേ അത് എവിടെ നിന്ന് വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. കാരണം ഇത്തവണ ശബരിമല ഒരു വലിയ ഫാക്ടറല്ല, രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ വന്നതുപോലെ ഒരു ഫാക്ടറാകാനുമുള്ള സാധ്യതയില്ല. അപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്നിറങ്ങുന്ന വോട്ടും CPIയിൽ പരമാവധി കിട്ടാവുന്ന വോട്ട് കഴിഞ്ഞ തവണ കൺസോളിഡേറ്റ് ചെയ്തു രാജാജി എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയിൽ, ശരാശരി സ്ഥാനാർത്ഥിയിൽ. ഇത്തവണ സുനിൽകുമാറാണ് അവിടെ മത്സരിക്കാൻ പോകുന്നതെങ്കിൽ ഈ 1,70,000 എന്നുള്ളത് ഇപ്പോഴും ഒരു ഹെർക്കൂലിയൻ ടാസ്ക്കാണ് സുരേഷ് ഗോപിക്ക്. അത് നരേന്ദ്രമോദിക്കും BJPക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിനെ മറികടക്കാൻ പരമാവധി വാഗ്ദാനം കൊടുക്കണം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് ഇതാ നിങ്ങളുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി നേരിട്ടെത്തുകയാണ്. കേരളത്തിൽ അടുത്ത കാലത്തെങ്ങും ഇങ്ങനെയൊരു കല്യാണം നമ്മൾ ഇന്ത്യയിൽ തന്നെ കണ്ടിട്ടില്ല. അവിടെയാണ് ഈ സന്നാഹമൊരുക്കി എത്തുന്നത്. അവിടെയാണ് ഈ 24 മണിക്കൂറും ഈ ഒരു കല്യാണത്തിൻ്റെ ചടങ്ങുകൾ നമ്മൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു കളമൊരുക്കുന്നു, ഒരു സൈക്കോ ഫാൻസി ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഇതിനെ മറികടക്കാൻ കഴിയുമോ ശ്രീകുമാർ? ഡോക്ടർ അരുൺ, താങ്കളെക്കുറിച്ച് ഒരാൾ പോലും ഇങ്ങനെ ചിന്തിക്കുക എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. നമ്മുടെ കേരളത്തിലൊരു കല്യാണത്തിൽ പ്രധാനമന്ത്രിമാർ വന്നാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമാതരൻ്റെ ഒരു ഗ്ലാമറിൽ വോട്ട് മാറുമോ? നമ്മളിവിടെ പച്ച രാഷ്ട്രീയമല്ലേ. ഇവിടെ UDF LDF ആണ് മുഖ്യ കക്ഷികൾ, സംശയം വേണ്ട കാര്യത്തിൽ. അതിൽ രണ്ട് കൂട്ടരുടെ മുഖ്യ ശത്രു കോൺഗ്രസ്സാണ്. അപ്പോൾ ഒരുപക്ഷെ CPMനും കോൺഗ്രസിൻ്റെ അവർക്ക് ജയിക്കാനാണല്ലോ അവരുടെ താല്പര്യം. അപ്പോൾ BJP ഇത്തരത്തിലൊരു വിശ്വാസികൾക്കിടയിൽ കയറി ചെന്ന്, ഞാൻ പറഞ്ഞല്ലോ ഈ അനുഭാവ വോട്ടുകൾ എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ല. കോൺഗ്രസിനെ എക്കാലത്ത് ജയിപ്പിക്കുന്നത് ഈ അനുഭാവ വോട്ടുകളാണ്. പ്രത്യേകിച്ചും അത് കമ്മ്യൂണിസ്റ്റുകാരല്ല കൂടുതൽ. കമ്മ്യൂണിസ്റ്റുകളിൽ നിന്ന് കുറച്ച് വിശ്വാസമൊക്കെ BJPക്ക് വോട്ട് ചെയ്യുമായിരിക്കും, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമായിരിക്കും. അത് വേറെ വിഷയം, കാരണം ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ. അതുപോലെ കോൺഗ്രസിൽ നിന്നും ചെയ്യുമായിരിക്കും. പക്ഷേ ഈ നിഷ്പക്ഷമതികളായ അനുഭാവികൾക്കിടയിൽ ഈ വിശ്വാസം ഭയങ്കരമായി ചർച്ചയുണ്ടാകും. സുരേഷ് ഗോപിയുടെ കല്യാണമല്ല, വിശ്വാസം അത് വലിയ വിഷയമാകും. കാരണം ഈ അക്ഷതമൊക്കെ അവർ കൊണ്ടു കൊടുക്കുന്നത് ആ ഒരു കാര്യം എന്നറിയാമല്ലോ. പക്ഷേ അവർക്കൊരു അടിപറ്റിയത് എവിടെയാണ്? അതായത് കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ ആ പരിപാടിക്ക് പോകില്ല, അത് ഗവൺമെൻറ് നരേന്ദ്രമോദിയുടെ ഒരു ചടങ്ങായതുകൊണ്ട്. പക്ഷേ 4 ശങ്കരാചാര്യന്മാർ അപ്പോൾ അവരുടെ പ്രസ്താവന വന്നത് കോൺഗ്രസിന് തുണയായി, ഒരുപാട് സന്യാസി വര്യന്മാരുടെ പ്രസ്താവന തുണയായി. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അനിൽകുമാർ ഇത് വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണമാണ് ശ്രീകുമാറിൻ്റേത്. ഒരിടത്ത് അക്ഷരം കൊടുക്കുന്നു വീടുകൾ തോറും. അത് അങ്ങ് പറയുന്നത് പോലെ അക്ഷരം തട്ടിപ്പാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൻ്റെ ശാസ്ത്രീയമായ വശത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ. അക്ഷരം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടോക്കൺ സിമ്പിൾ ഓഫ് ഫെയ്ത്ത് ആണ്. അങ്ങനെ വിശ്വാസത്തിൻ്റെ ഒരു പ്രതീകമായ അക്ഷരം കൊടുക്കുന്നു. അതിന്ന് പ്രധാനമന്ത്രി തന്നെ അവിടെ വന്നിരിക്കുന്ന വധൂവരന്മാർക്ക് കൊടുക്കുന്ന ചടങ്ങ് നമ്മൾ കണ്ടു. അപ്പോൾ അക്ഷരം കേരളത്തിൽ ചർച്ചയായിട്ടുണ്ട്. VIP പാസ് കൊടുത്ത് വനിതകളെ കൊണ്ടെത്തിക്കുന്നു. അവർ 10,000ങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായിട്ടാണെങ്കിലും 10,000 VIP അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് VIP തൃശ്ശൂർ തേക്കിൻകാട് മൈതാനത്തിൽ വരുന്ന കാഴ്ചയും കാണുന്നു. അതൊക്കെ പ്രധാനമന്ത്രി ഞങ്ങളുടെ ആളാണ് എന്നൊരു തോന്നലുണ്ടാക്കാൻ സഹായിക്കുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ലൂർദ് പള്ളിയിൽ ഒരു കിരീടം കൊടുക്കുമ്പോൾ ആ കിരീടത്തിൻ്റെ മൂല്യമല്ല, കിരീടം കൊടുക്കുന്ന സുരേഷ് ഗോപിയോടൊരു സഭയ്ക്കുള്ള അനുകമ്പ കൂടി അവിടെ വോട്ടായി മാറും. അനിൽകുമാർ, അവിടെ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ ഭാര്യ പണ്ടൊരു കാര്യം പറയുമായിരുന്നു. ഈ നരേന്ദ്രമോദിയെ അൽഫോൺസ് കണ്ണന്താനത്തെ എപ്പോഴും കണ്ടാൽ കെട്ടിപ്പിടിക്കുന്ന. ഇപ്പം പിന്നെ കെട്ടിപ്പിടുത്തം നിർത്തിയോ? നരേന്ദ്രമോദി സെലക്റ്റീവാണ്.
അദ്ദേഹത്തിന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഒരു ക്രിസ്ത്യൻ പേര് വേണം. അപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തെ കെട്ടിപ്പിടിച്ച് അവിടെ കൊണ്ട് കേന്ദ്രമന്ത്രിയാക്കി. അവിടുത്തെ ദൗത്യം കഴിഞ്ഞപ്പോൾ അൽഫോൺസ് കണ്ണന്താനത്തെ താഴേക്ക് തള്ളിയിട്ടെന്നേ. എവിടെ പോയി? ഈ സുരേഷ് ഗോപി 6 കൊല്ലം MP ആയിരുന്നല്ലോ. കേരളത്തിന് ഇത് നേട്ടമുണ്ടായി. ഇപ്പം 2 കേന്ദ്രമന്ത്രിമാർ BJPയുടെ ഉണ്ട്. ഒന്ന് ശ്രീ ചന്ദ്രശേഖരും മറ്റൊന്ന് ശ്രീ മുരളീധരനും. ഈ മലയാളികളായ 2 കേന്ദ്രമന്ത്രിമാരെ കൊണ്ട് കേരളത്തിന് എന്ത് ഗുണം കിട്ടി? പ്രധാനമന്ത്രി തന്നെ പറയുകയാണ് എനിക്ക് വളരെ അടുപ്പമുള്ള ആളാണ് സുരേഷ് ഗോപി. ഈ അടുപ്പം കേരളത്തിന് എന്ത് ഗുണം കിട്ടി? ഞാൻ പറയുന്നത് ബാക്കിയെല്ലാം വിട്. ശബരിമലയുടെ വിമാനത്താവളത്തിൽ സുരേഷ് ഗോപിയുടെ നിലപാടെന്താ? ശബരിമലയ്ക്ക് ഒരു തീവണ്ടിപ്പാത തരാൻ എന്താ നരേന്ദ്രമോദിക്ക് മടി? നിങ്ങൾ അയോധ്യയിൽ അവിടുത്തെ വിമാനത്താവളത്തിന് ഇത്ര കോടി ഇന്നും പ്രഖ്യാപിച്ചു. അത് ഇന്ന് കേരളത്തിൽ വന്നിട്ട് അയോധ്യയുടെ വിമാനത്താവളം പറയുക. അയോധ്യയുടെ വിമാനത്താവളം കേരളത്തിൽ വരുമ്പോൾ ശബരിമല അയ്യപ്പന് വിമാനത്താവളം വേണ്ടേ? ഇത് മലയാളി ചോദിക്കില്ലേ? അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്, അവർ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ തന്നെ വിവേചനമാണ്. അത് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ശങ്കരാചാര്യന്മാരെ കൂട്ടാതെ തെറ്റായൊരു കാര്യം ചെയ്യുന്നു? ഇതിനൊരു പ്രതിഷ്ഠ നടത്തണമെങ്കിൽ ഭാര്യ കൂടെ വേണ്ടേ? യജമാനന് ഭാര്യ കൂടെ ഇരിക്കണ്ടേ? അതല്ലേ യാഗസങ്കല്പം. അപ്പോൾ ഭാര്യ കൂടെ ഇല്ലാത്ത മോദി എങ്ങനെ കൊണ്ട് സ്ഥാപിക്കും? ഇത്തരം ചോദ്യങ്ങൾ. അവിടെ ജാതി നോക്കാതെ ബ്രാഹ്മണനില്ലാത്ത ഒരാൾ പ്രതിഷ്ഠ നടത്തുന്നത് നല്ല കാര്യമാണ്, ഗുരുദേവൻ ചെയ്തു. പക്ഷേ ഗുരുദേവന് ചെയ്തപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, മുഖ്യമന്ത്രി എന്ന നിലയ്ക്കോ പ്രധാനമന്ത്രി എന്ന നിലയ്ക്കോ രാഷ്ട്രീയ പരിപാടിയാണോ ഗുരുദേവൻ്റെ പരിപാടി? ഗുരുദേവൻ അഞ്ജലിബദ്ധനായി നിന്നുകൊണ്ട് വെളുപ്പിനെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഒരു ശിവനെ പ്രതിഷ്ഠിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ ശിവൻ എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഏത് ശിവൻ്റെ അടുത്ത് വരാനാണോ ഞങ്ങൾ വിലക്കുന്നത്, അങ്ങനെ വിലക്കിയാൽ അവിടെ ഞങ്ങൾക്കായൊരു ശിവൻ ഉയരും. അതാണ് യഥാർത്ഥ ഹിന്ദുത്വം, ഹിന്ദുമതം. ആ ഹിന്ദുമതത്തെയാണ് രാഷ്ട്രീയ ഹിന്ദുത്വമായിട്ട് ഇവർ കൊണ്ടുപോയത്. അല്ല, അതെനിക്ക് മനസ്സിലാവുന്നില്ല. പുരിയിലെ ശങ്കരാചാര്യരെ വെല്ലുവിളിക്കത്തക്ക രീതിയിൽ നരേന്ദ്രമോദി ഒരു രാമപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതും ഒരു വിപ്ലവമല്ലേ ഒരർത്ഥത്തിൽ, കെ അനിൽകുമാർ? അവിടെയാണ് എനിക്ക് മനസ്സിലാകാത്ത കാര്യം. പുരിയിലെ ശങ്കരാചാര്യർ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്നത് പ്രഖ്യാപിക്കട്ടെ. അവരെന്താ പറഞ്ഞത്? നിങ്ങൾ ശൈവമാർഗത്തിലല്ല, ഞങ്ങൾ വൈഷ്ണവ മാർഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം തന്നെ വിഭജനമായല്ലോ. ശൈവമാർഗവും വൈഷ്ണവ മാർഗവും എന്ന് 2ആയിട്ട് മാറിയപ്പോൾ ഹിന്ദുമതത്തെ വിഭജിച്ചില്ലേ? ഇവിടെ നരേന്ദ്രമോദി ഹിന്ദുമതത്തെ വിഭജിച്ചില്ലേ? ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് കേട്ടിട്ട് എനിക്ക് വളരെ അത്ഭുതമായിപ്പോയി. എന്താണ് അത്ഭുതം എന്ന് പറയാമോ? നരേന്ദ്രമോദി 55 നെഞ്ചളവുള്ള ഇന്ത്യ മുഴുവൻ കീഴടക്കുന്ന ഒരു വലിയ കരുത്തൻ. പക്ഷേ ഇപ്പം മണിപ്പൂരിലെ കാര്യം അദ്ദേഹം സുപ്രീം കോടതി ഏൽപ്പിച്ചിരിക്കുക. രാജിവെച്ചിട്ട് പോണെന്നേ. നരേന്ദ്രമോദി രാജിവെച്ചിട്ട് പോകണമെന്ന്. നിങ്ങൾ ഈ തുള്ളിക്കളിച്ച് അമ്പലം പള്ളിയുടെ കാര്യം പറഞ്ഞിട്ട് നടക്കരുത്. നിങ്ങൾ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു സംസ്ഥാനത്ത് ഇന്നും ആൾ മരിച്ചു, വീരമൃത്യു മരിച്ചു സൈനികൻ. തീർന്നില്ല. ഈ ജനുവരി 1 ആളുകൾ മരിച്ചില്ലേ, കൊല്ലപ്പെട്ടില്ലേ? അവിടെ ശാന്തി ഉണ്ടാക്ക്. അപ്പോൾ BJPയുടെ പ്രതിനിധി പറയുന്നത് ഞങ്ങൾ ഡബിൾ എഞ്ചിൻ സർക്കാർക്ക് പോയി സുപ്രീം കോടതി കൊടുത്തു. പിന്നെ നിങ്ങളെന്തിനാ ഏൽപ്പിച്ചിരിക്കുന്നത്? അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഭരണപരാജയത്തിൻ്റെ തെളിവാണ് മണിപ്പൂർ. ആ ഭരണപരാജയം എന്ന് പറയുന്നത് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിദ്വേഷ രാഷ്ട്രീയത്തിൽ ഉയർന്നു വന്നതാണ്. നിങ്ങൾ അതിൽ മെയ്ത്ത വിഭാഗത്തെ പിന്തുണച്ചതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ളതാണ്. അത് തന്നെ ഇപ്പൊ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വരികയാണ്. 25 കോടി പട്ടിണി പാവങ്ങളെയാണ് പട്ടിണിയുടെ വലയത്തിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് സാധിച്ചത്. ഈ രാജ്യം മുമ്പെങ്കും കണ്ടിട്ടില്ലാത്ത അതിന് മറുപടി ഞാൻ പറയാം. രാജ്യത്തെ പ്രത്യക്ഷ നികുതി വരുമാനം വർദ്ധിച്ചിരിക്കുന്നു. മുൻ വർഷങ്ങളിൽ 14% വർദ്ധിച്ചിരിക്കുന്നത്. വലിയ സാമ്പത്തിക വളർച്ച ഉണ്ടാവാൻ, അതിന് മറുപടി പറയാം. വലിയ പ്രോജക്റ്റുകൾ വരുന്നു, വലിയ പദ്ധതികൾ വരുന്നു, നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നു. അത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. ഒരു ഗ്യാരണ്ടി ഇല്ല. ഇന്ത്യ രാജ്യത്ത് കടൽപ്പാലം ആദ്യം ഉണ്ടായതാണോ? നെഹ്റുവിൻ്റെ കാലത്ത് എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്? ബക്രാനങ്കൽ ഉണ്ടായിട്ടില്ലേ? സ്റ്റീൽ പ്ലാന്റ് ഉണ്ടായിട്ടില്ലേ? ഓരോ കാലത്തും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ വലിയ കരുത്തുള്ള രാജ്യമാണ്. ഇതൊന്നും മോദിയുടെ ഗ്യാരണ്ടിയല്ല, മോദി ഉണ്ടാക്കണമല്ല. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ പട്ടിണി സൂചികയിൽ ഇന്ത്യ 53, ഇപ്പം എത്രയാണ്? 111. മാത്രമല്ല ഓക്സ്ഫോമിൻ്റെ ഇന്നലത്തെ റിപ്പോർട്ട് വന്നല്ലോ. ഓക്സ്ഫോം റിപ്പോർട്ട് എടുത്ത് വായിച്ചു നോക്ക്. പട്ടിണിക്കാരുടെ എണ്ണം കൂടി. ILOയുടെ റിപ്പോർട്ട് വന്നു. ILOയുടെ റിപ്പോർട്ട് മിനിഞ്ഞാന്ന് പ്രസിദ്ധീകരിച്ചു. ILOയുടെ റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ജോബ് ലോസ് ഗ്രോത്തിൽ ഇന്ത്യ മുമ്പിലാണ്. G20 രാജ്യങ്ങളിലെ ജോബ് ലോസിൽ ഇന്ത്യ മുമ്പിലാണ്. പക്ഷേ അറിയാമോ? ജെയിംസ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ പിരിച്ചുവിട്ടു. തൊഴിലില്ലായ്മ നിരക്ക് നമ്മുടെ രാജ്യത്ത് കുറഞ്ഞു. ഇല്ലില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ ഒരു ചെറിയ കുറവ് പറയുമ്പോൾ മറുവശം സംഭവിക്കുന്നത് എന്താണെന്നറിയോ?
മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെ എത്രയോ കമ്പനികളിൽ ഈ ഒരാഴ്ച പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ദിസ് വീക്ക് അല്ല, അതിനാണല്ലോ സ്റ്റാർട്ടപ്പും മേക്ക് ഇൻ ഇന്ത്യയും ആത്മനിർഭർ ഭാരതും ഒക്കെ വലിയ ഐക്യമായി വരുന്നത്. ഇന്ന് തന്നെ കൊച്ചിയിൽ നിർമ്മിച്ചിരിക്കുന്നത് എന്താ, ഈ ലോകത്തെ തന്നെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഫെസിലിറ്റികളുള്ള ഒരു ഡോക്യാർഡാണ്, ഒരു ഡ്രൈ ഡോക്യാർഡാണ്. മറ്റൊന്നുള്ളത് ഈ ഒരു ഷിപ്പുകളുടെ 125 ഷിപ്പുകൾക്ക് 150 ഷിപ്പുകൾക്ക് ഒരു വർഷം അറ്റകുറ്റപ്പണി നടത്താനുള്ള ഒരു വിപുലമായ സന്നാഹമാണ് ഇത്. വിഴിഞ്ഞത്തെത്തുന്ന കപ്പലുകൾക്ക് ഇനി മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോകണ്ട, കൊളംബോയിൽ പോകണ്ട, ദുബായിൽ പോകണ്ട, സലാലയിൽ പോകണ്ട, നേരിട്ട് കൊച്ചിയിലേക്ക് വന്ന് പണി നടത്തി തിരിച്ചു പോകാം. അത് വലിയ തൊഴിലവസരങ്ങൾ കൊണ്ടുവരും. അതിൻ്റെ കാര്യം പറയാം. അതിൻ്റെ കാര്യം അതിനൊക്കെ രസകരമാണ്. ഇസ്രയേലിലെ ബൈഫ തുറമുഖത്ത് നിന്ന് നമ്മുടെ വിഴിഞ്ഞം വരെയുള്ള ഒരു കപ്പൽ ചാല് മുന്ദ്ര വഴി അദാനി പോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദാനിക്ക് എന്ത് വേണം? അതിൻ്റെ വഴിയിലാണ് കൊച്ചി. ഇന്നലെ വരെ ഇല്ലാത്തൊരു സ്നേഹം കൊച്ചിയോട് തോന്നുന്നത് എന്താണ്? ഇന്ത്യ രാജ്യത്തെ തുറമുഖമല്ല അദാനിക്ക് കൊടുത്തേ. ഈ തുറമുഖമല്ല അദാനി സ്വകാര്യവൽക്കരിച്ചിരിക്കുന്നു. ഇനി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ ഒരു തീരുമാനം, കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്താണെന്നറിയാമോ? വൻകിട ഉപഭോക്താക്കൾക്ക് ഇലക്ട്രിസിറ്റി, ആ ഇലക്ട്രിസിറ്റിയുടെ ചാർജ് അവർക്ക് കുറച്ച് കൊടുക്കാനും പാവപ്പെട്ടവൻ 50 രൂപ വർദ്ധിപ്പിക്കാനും കേന്ദ്ര ഇലക്ട്രിസിറ്റി ചട്ടങ്ങളിൽ മാറ്റം വരുത്തി. വൈബ്രന്റ് ഇന്ത്യയാണ്. എന്നിട്ടോ വൈദ്യുത നയം എന്താണ്? ഈ ന്യായവിലയ്ക്ക് കറണ്ട് കിട്ടൂല. ഒരു യൂണിറ്റ് കറണ്ടിന് 50 രൂപയാണ് നരേന്ദ്രമോദിയുടെ തീരുമാനം. ഇത് നടപ്പാക്കി പാവപ്പെട്ടവൻ്റെ പള്ളക്കടിക്കുന്നു. ഗ്യാസ് കുറ്റിക്ക് 1200 രൂപ വരെയാക്കി. ഇപ്പോൾ 1000 രൂപയ്ക്ക് അടുത്താണ് നമ്മുടെ അക്കൗണ്ടിൽ പണം വന്നോ? നിങ്ങൾ ഏത് തെരുവിലിരിക്കുന്ന കച്ചവടക്കാരന് വരുമാനം കൊടുക്കത്തക്ക രീതിയിൽ ലോണുകൾ കൊടുത്തു എന്നാണ് ഇന്ന് കൊച്ചിയിൽ പ്രധാനമന്ത്രി പറഞ്ഞത്. ആ വിവരങ്ങൾ ആ ഗുണഭോക്താക്കളെ അറിയിക്കണം. ഇത് കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് എന്നത് അറിയിക്കണം. പ്രധാനമന്ത്രിയുടെ ഗ്യാരണ്ടിയെക്കുറിച്ച് നിങ്ങൾ ഓരോ വോട്ടർമാരെയും ബോധ്യപ്പെടുത്തണം എന്നതാണ് ഇന്ന് ബൂത്ത് തലത്തിലെ പ്രവർത്തകർക്ക് കൊടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിലൊന്ന്. ശ്രീ KV എസ് ഹരിദാസ്, നേരത്തെ അനിൽകുമാർ ചോദിച്ച ചോദ്യത്തിന് മറുപടി അങ്ങേക്ക് പറയാം. അതിനോടൊപ്പം ഈ ലൂർദ് പള്ളിയിൽ കൊണ്ടുവയ്ക്കുന്ന കിരീടം, സുരേഷ് ഗോപിയുടെ നാട് തൃശ്ശൂരല്ല, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ ഒരു ലൂർദ് മാതാ പള്ളിയുണ്ട്, അവിടെ അദ്ദേഹം വെച്ചില്ല. ഈ മകളുടെ വിവാഹത്തോടനുബന്ധിച്ചാണ് ഇത് കൊടുത്തതെങ്കിൽ മകളുടെ നാട്ടിലോ വരൻ്റെ നാട്ടിലുമുള്ള 2 ലൂർദ് പള്ളികളുണ്ട്, അവിടെയും ഈ കിരീടം കൊടുത്തില്ല. തൃശ്ശൂരിൽ ഈ ലൂർദ് മാതാ പള്ളിയിൽ കിരീടം കൊണ്ട് കൊടുക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ്. പക്ഷേ എന്തുകൊണ്ട് തൃശ്ശൂരിലെ പള്ളി തിരഞ്ഞെടുത്തു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരം ഷോകളിലൊക്കെ വോട്ടും അറിയാനുള്ള സാധ്യത എത്രത്തോളമുണ്ട് എന്നതാണ് ഇന്നിപ്പോൾ VD സതീശനും ഒപ്പം CPM-ൻ്റെയും പ്രതികരണം വന്നിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് MV ഗോവിന്ദ മാഷി ഈ വിസിറ്റിനോട് പ്രതികരിച്ചിരിക്കുന്നു. നിങ്ങളെയും എന്നെയും ഒക്കെ കൊല്ലാൻ വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതായത് ആഭ്യന്തര ശത്രുക്കൾ എന്ന നിലയിൽ ആരെയാണോ RSS കാണുന്നത് അവരാണ് കേരളത്തിൽ കൂടുതലെന്നിരിക്കെ പ്രധാനമന്ത്രി എത്തുന്നത് ഈ ആഭ്യന്തര ശത്രുക്കളെ ഇല്ലായ്മ ചെയ്യാനാണ് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. എന്താണ് അങ്ങയുടെ മറുപടി, KV എസ് ഹരിദാസ്? അല്ല ഡോക്ടർ അരുൺ, സമയം കുറവാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ അനിൽകുമാറിൻ്റെ വാദഗതികൾ മാത്രമല്ല, ശ്രീകുമാർ ഉയർത്തിയ ചില വിഷയങ്ങളുമുണ്ട്. അതിനും മറുപടി പറയേണ്ടതുണ്ട്. ഞാൻ ശ്രീകുമാറിൽ നിന്ന് തുടങ്ങാം. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ഒരു മുക്കൂട്ട് മുന്നണി ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാവരും ചേർന്നിട്ട്, അവിയൽ മുന്നണി. ആ മുന്നണി വന്നത് കൊണ്ട് BJPക്ക് ബേജാറാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ. ഞാൻ ചോദിച്ചോട്ടെ, മമതാ ബാനർജി അനിൽകുമാറിൻ്റെ പാർട്ടിക്കാർക്ക് എത്ര സീറ്റ് കൊടുക്കും? കോൺഗ്രസ്സുകാർക്ക് എത്ര സീറ്റാണ് മമതാ ബാനർജി ഓഫർ ചെയ്തിരിക്കണേ? ഇതൊക്കെ പത്രം വായിക്കുന്ന സാമാന്യ ബോധമുള്ളവർക്കൊക്കെ അറിയാം. ലോകസഭയിൽ 3 അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവ് അനിൽകുമാർ. അതിൽ 2 പേരെ ജയിപ്പിച്ചത്, പണം കൊടുത്ത് ജയിപ്പിച്ചത് DMK ആണെന്ന ചരിത്രവും നമ്മുടെ മുമ്പിലുണ്ട്. എന്നിട്ട് വന്നിട്ട് ഈ ഉദ്ഘോഷിപ്പിക്കുമ്പോൾ ചരിത്രം നമ്മൾ മറക്കരുത്. ഇന്നലകളെക്കുറിച്ച് എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ ഒരു കാര്യം പറയാം. 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 400 സീറ്റോട് കൂടി നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിലെത്തും. 400 സീറ്റ്. ഞാനിത് നിങ്ങൾ എഴുതി വെച്ചോളൂ. നമുക്ക് 2024 തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം നമുക്ക് ചർച്ച ചെയ്യാം. രണ്ടാമത്തെ ഒരു കാര്യം സൗത്ത് ഇന്ത്യയെ കുറിച്ചാണ് ശ്രീകുമാറിന്റെ വലിയ വിമർശനം. സൗത്ത് ഇന്ത്യയിൽ BJPക്ക് എന്തുണ്ട്? ഞാൻ പറയാം, 2024 തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരിക്കും. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അത് എത്ര സീറ്റെന്ന് ഞാൻ പറയുന്നില്ല.
സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരിക്കും. കേരളത്തിൽ നിന്ന് പ്രാതിനിധ്യം ഉണ്ടാവും, പോണ്ടിച്ചേരിയിൽ നിന്നുണ്ടാവും, ആന്ധ്രയിൽ നിന്നുണ്ടാവും, തമിഴ്നാട്ടിൽ നിന്നുണ്ടാവും, തെലങ്കാനയിൽ നിന്നുണ്ടാവും, കർണാടകത്തിൽ നിന്നുണ്ടാവും. നിങ്ങൾ ബെറ്റ് വെച്ചോളൂ. പക്ഷേ നിലവിൽ ഈ ഞങ്ങൾ അതിനുള്ള സംഘടനാ ശേഷി ശുഭകരമല്ല. KVS ഹരിദാസ്, തമിഴ്നാട്ടിലാവട്ടെ ആരുണ്ട്? രവിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിലാണ് തമിഴ്നാട് ജനത, ഗവർണർക്കെതിരെ. തെലങ്കാനയിൽ BJP അടുത്തൊടുന്നില്ല. ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ കോൺഗ്രസിന് ശക്തിയായിട്ട് ശർമിള കൂടി കോൺഗ്രസിന്റെ പക്ഷത്ത് ചേരുന്നു. കർണാടക നിങ്ങളുടെ കൈവിട്ടുപോയി, അവിടെ ആരുമില്ലാത്ത അവസ്ഥ. കേരളത്തിലാണെങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള പരിശ്രമത്തിലാണ്. അരുൺ വിലയിരുത്തിക്കൊള്ളൂ. ഞങ്ങളുടെ വിലയിരുത്തലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് BJP ഉണ്ടാകും. അതിനുള്ള സന്നാഹങ്ങൾ, അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. 2019 ചിത്രമല്ല 24. മോഡി വേഴ്സസ് ആര്? ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ഇവിടെ ഇരിക്കുന്ന ഒരാൾക്കും കഴിയില്ല. മോഡി വേഴ്സസ് ആര്? 2019 അരുൺകുമാറിന്റെ പാർട്ടിക്കാർ ഉൾപ്പെടെ അല്ല. അരുണെ, ഞാൻ പറഞ്ഞ കേൾക്കും. അരുണെ, ഞാൻ പൂർത്തിയാക്കട്ടെ. ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അവർക്ക് നടക്കാം. ആര് അവരുടെ മുന്നിലുണ്ട്? ആരെയാണ് അവർ മുന്നിൽ വെക്കുന്നത്? പറയട്ടെ, ചൂണ്ടിക്കാണിക്കട്ടെ. ഞാൻ പറയുന്നത് 2019 കേരളത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞു. അതിന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് പിണറായി വിജയനും അനിൽകുമാർ ഉൾപ്പെടെ പ്രസംഗിച്ച് നടന്നതിൻ്റെ പരിണിത ഫലം കൂടിയാണത്. ഇന്ന് രാഹുൽ ഗാന്ധിക്ക് പോലും അറിയാം 50 സീറ്റ് തികച്ച് കിട്ടാൻ പോകുന്നില്ലെന്ന്. അതുകൊണ്ട് ആ 2019 ചിത്രമല്ല കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏതാണ്ട് ഇന്ത്യ മുഴുവൻ തൂത്തുവാറിയപ്പെട്ട CPM-ന് കേരളത്തിൽ മാത്രം 2, 3, 4 ആളെ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ എന്ത് പ്രയോജനമെന്ന് ഇവിടെ സാമാന്യ ബോധമുള്ളവർ ചിന്തിക്കും. ഇവിടുത്തെ സഹകരണ ബാങ്കുകളിൽ നിന്ന് തട്ടിപ്പിന്റെ ചരിത്രം ഇന്നിപ്പോൾ ഓരോന്നായിട്ട് നമ്മുടെ ജനമനസ്സുകളിലേക്ക് എത്തുന്നുണ്ട്. ഇതിനൊന്നും മറുപടി പറയാൻ ഇന്ന് CPM-ന് കഴിയുന്നില്ല. കഴിയുന്നില്ല. അനിൽകുമാറിന് അറിയാമത്. മാത്രമല്ല, അഴിമതിയിൽ കൂളിച്ച് കിടക്കുന്ന ഒരു സംവിധാനത്തിനുള്ളിലാണ് ഈ ഇടതു മുന്നണിയും CPM-ഉം ചെന്ന് പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നിസ്സാര പ്രശ്നമല്ല. കേരളത്തിൽ ഉൾപ്പെടെ വലിയ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. കേരളത്തിന് മോദി സർക്കാരിന് സാധിച്ചു 9 വർഷം കൊണ്ട് എന്നൊരു കണക്ക് പറഞ്ഞു. ശരിയാണ്. ആക്ച്വൽ ടേംസിൽ നമ്മൾ നോക്കുമ്പോൾ 25 കോടിയോളം മനുഷ്യർക്ക് പട്ടിണിയിൽ നിന്ന് കണക്കിൽ അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഓക്സ്ഫാമിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ 73% വിഭവങ്ങളും ഏറ്റവും ഉയർന്ന 10% ആളുകളുടെ കയ്യിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു. ഓരോ ദിവസവും ഓരോ മില്യനെയർ ഉണ്ടാവുന്നു എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. മൊത്തം 1% സോഴ്സ് എന്ന് പറയുന്നത് 50%-ൻ്റെയും വിഭവങ്ങളായിത്തീരുന്നു. ഇങ്ങനെ ഒരു വലിയ സാമ്പത്തിക അസമത്വം രാജ്യത്തുണ്ടാവുന്നു എന്നാണ് CPM പറയുന്നത്, കോൺഗ്രസ് പറയുന്നത്. ആ സാമ്പത്തിക അസമത്വത്തിനെ നമുക്ക് ഈ പട്ടിണിപ്പാവങ്ങളെ രക്ഷപ്പെടുത്തി എന്നൊരു കണക്ക് കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുമോ? KVS ഹരിദാസ്. അല്ല അരുണേ, ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഏറ്റവും വേഗത്തിൽ വികസിക്കുന്ന എക്കോണമിയാണ് ഇന്ത്യ ഇന്ന്. അനിൽകുമാറിന് മാത്രം പറയാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടുത്തെ ലോകോത്തര സംഘടനകൾ മുഴുവൻ, സാമ്പത്തിക ഏജൻസികൾ മുഴുവൻ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയെ നോക്കുന്നു ലോകം മുഴുവൻ. ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന നേതാവായിട്ട് നരേന്ദ്രമോദി മാറി എന്നത് നമ്മൾ കണ്ടിട്ടില്ല. ഇവിടുത്തെ കേരളത്തിലെ KVS ഹരിദാസ്, ഞാൻ ചോദിക്കും, ഞങ്ങളുടെ ഗവൺമെന്റിന്റെ സ്കീംസ് എന്താ? ഞങ്ങൾ കൊണ്ടുവന്ന സ്കീംസ് എന്താ? സ്വച്ഛ ഭാരത് ഉൾപ്പെടെ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ കളിയാക്കവരില്ലേ? ഞങ്ങൾ ഇവിടുത്തെ അടിത്തട്ടിൽ കിടക്കുന്ന സാധാരണക്കാരൻ്റെ ഹൃദയം കവരാൻ, അവൻ്റെ വിഷമങ്ങൾ അകറ്റാനുള്ള പദ്ധതികളാണ് ഞങ്ങൾ ഓരോന്നായിട്ട് കൊണ്ടുവന്നത്. അത് വളരെ ആസൂത്രിതമായ പദ്ധതികൾ തന്നെയായിരുന്നു. ഉജ്ജ്വല യോജന ആയിക്കോട്ടെ, ടോയ്ലറ്റുകളായിക്കോട്ടെ. ഉജ്ജ്വല യോജനയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രധാനപ്പെട്ട കാര്യമാണ്. ഉജ്ജ്വല യോജനയിൽ 6 ഗ്യാസ് ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് 7ാമത്തെ ഗ്യാസിന് സബ്സിഡി ഒഴിവാക്കുമ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിയില്ലേ? KVS ഹരിദാസ്, ഇപ്പോൾ 7ാമത്തെ സബ്സിഡിയുള്ള ഗ്യാസാണ് വാങ്ങണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ പല സ്ത്രീകളും. സബ്സിഡി ഇല്ലാത്ത ഗ്യാസ്. അരുണേ,
അരുണെ, കേരളത്തിലെ മാത്രമല്ല ഇന്ത്യയിലെ സ്ത്രീകളുടെ മനസ്സിൽ നരേന്ദ്രമോദിക്ക് ഒരു സ്ഥിരപ്രതിഷ്ഠ നൽകാൻ ആ സ്കീം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ മോഡിയുടെ വിജയത്തിന്റെ പിന്നിൽ നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കൂ. പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്താ? തീർച്ചയായും ഉജ്ജ്വൽ ഗ്യാസ് യോജന നിർണായകമായിരുന്നു, ശുചിമുറികൾ നിർണായകമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ശ്രീകുമാർ. ടോയ്ലറ്റുകളൊക്കെ സ്ത്രീകൾ വോട്ട് ചെയ്തത് നരേന്ദ്രമോദിക്കാകുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ സ്ത്രീകൾക്ക് ഞങ്ങളുടെ മാനം സംരക്ഷിക്കാനുള്ള ശുചിമുറികൾ ഉണ്ടാക്കി തന്നത് നരേന്ദ്രമോദിയാണ്. അത് അടിസ്ഥാനമായ ഒരു തരംഗമുണ്ടാക്കി. ആ തരംഗമാണ് കേരളത്തിൽ, ഇന്ത്യയിലെല്ലാം സ്ത്രീ വോട്ടർമാരുടെ, ഉത്തർപ്രദേശിലെ ലോ ആൻഡ് ഓർഡർ ആണെങ്കിൽ ബീഹാറിൽ അത് ശുചിമുറികളാണ്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടാണ് സ്ത്രീകൾ വോട്ട് ചെയ്തത്. അപ്പോൾ സ്ത്രീകൾക്ക് നരേന്ദ്രമോദിയിൽ വിശ്വാസമുണ്ട് എന്ന ആത്മവിശ്വാസമാണ് കെ വി സാരിദാസ് പ്രകടിപ്പിക്കുന്നത്. അത് കേരളത്തിലും വോട്ടാക്കി മാറ്റുകയാണ് ലക്ഷ്യം. അതുകൊണ്ടാണ് മഹിളാ സംഗമത്തിൽ സ്ത്രീകളോട് സംസാരിക്കുന്നത്. എൻ ശ്രീകുമാർ. ഡോക്ടർ അരുണേ, ഞാൻ മഹിളാ സംഗമത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളിന്ന് പ്രധാനമന്ത്രി പറഞ്ഞ ഒരു കാര്യമുണ്ട്, വളരെ ശ്രദ്ധാപൂർവം അത് കോൺഗ്രസ് കരുതലോടെ പരിശോധിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം എറണാകുളത്ത് അവരുടെ ബൂത്തിലുള്ള പ്രവർത്തകരോട് പറഞ്ഞത്, നിങ്ങൾ ബൂത്തുകളിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്നാണ്. ഈ ബൂത്തുകളിൽ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞാലും അതിൻ്റെ അർത്ഥം വേറെയാണ്. ബൂത്തിലുള്ള എല്ലാവരെയും വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോവുക. BJP-ക്കാർ ബൂത്തിൽ പോയാൽ ആരെയാണ് വോട്ട് ചെയ്യിക്കാൻ കൊണ്ടുപോവുക എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. VIP കാർഡിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞല്ലോ. അത് കോൺഗ്രസ് കരുതലോടെ ശ്രദ്ധിക്കണം. കാരണം കോൺഗ്രസ് പലപ്പോഴും മറക്കുന്ന ഒരു കാര്യമാണത്. അത് കോൺഗ്രസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വോട്ടുകൾ, വിശ്വാസികളുടെ വോട്ടുകൾ കോൺഗ്രസിൽ നിന്നും മാറിപ്പോകുന്നൊരവസ്ഥ വരും. വളരെ പ്രായോഗികമായ രാഷ്ട്രീയ ബുദ്ധിയാണ് ശ്രീ നരേന്ദ്രമോദിയുടെ പ്രകടിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ നമ്മുടെ നിങ്ങൾ നോക്കൂ, വിശ്വാസികളല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ, കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും വിശ്വാസികളല്ലെന്നാണ് പൊതുവേ ഒരു വിലയിരുത്തൽ. എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകൾ മുഖ്യ ശത്രുവായിട്ട് പ്രഖ്യാപിക്കാത്ത? എന്തുകൊണ്ടാണ്? വിശ്വാസികളുടെ പാർട്ടിയല്ലല്ലോ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? ഒരു കോൺഗ്രസ് വിരുദ്ധ വോട്ട്, ഒരു കോൺഗ്രസ് പരാജയം. അത് കമ്മ്യൂണിസ്റ്റുകൾക്ക് ജയിച്ചാലും കുഴപ്പമില്ല, കോൺഗ്രസ് പരാജയം. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പരാജയപ്പെടുത്താൻ വേണ്ടി CPM-നെതിരെ BJP നിൽക്കുന്നില്ല എന്നതാണ് നിലപാട്. മാത്രവുമല്ല, തൃശ്ശൂരിലെങ്കിലും CPM-ന്റെ വിജയത്തിലേക്ക് നയിച്ചേക്കാം സുരേഷ് ഗോപിയുടെ സാന്നിധ്യം എന്നുകൂടി അങ്ങ് പറഞ്ഞു വെക്കുന്നു. അൽകുമാർ, ഒറ്റ മിനിറ്റിൽ മറുപടി. ശ്രീകുമാർ നേരത്തെ ഉന്നയിച്ച വിഷയം തന്നെയാണ്. പ്ലീസ് അങ്ങനല്ല. അതായത് വിശ്വാസികളുടെ വോട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ BJP-ക്ക് സാധിക്കും. കാരണം വിശ്വാസം വളരെ പ്രധാനമല്ലേ? ശ്രീരാമനും അതുപോലെ തന്നെ ദൈവമൊക്കെ വിശ്വാസം വളരെ പ്രധാനമല്ല. അത് പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. നേരത്തെ ശ്രീ ഹരിദാസ് പറഞ്ഞ ദക്ഷിണേന്ത്യ തൊട്ട കാര്യം ഞാൻ പറയാം. കർണാടകയാണ് BJP-യുടെ, ഞാൻ കർണാടകയെക്കുറിച്ച് നേരത്തെ പറഞ്ഞിട്ടില്ല, കർണാടകയാണ് BJP-ക്ക് താല്പര്യമുള്ള ഒരു സംസ്ഥാനം. അവിടെ ഇത്തവണ അധികാരത്തിൽ വന്ന ഗവൺമെൻറ് അവർ 5 വാഗ്ദാനങ്ങൾ പറഞ്ഞിരുന്നു, 5 നടപ്പാക്കി. അടുത്ത ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇതാണോ ജനങ്ങൾ കണക്കാക്കുക, അതോ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആണോ? ഈ ഒരു വ്യത്യാസം നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPM-നോട് ഒരു അനുകൂല നിലപാട് BJP-ക്കുള്ളത്, അഥവാ പൂർണ്ണമായും തള്ളിപ്പറയാത്തതിന്റെ കാരണം കോൺഗ്രസിനെ പരാജയപ്പെടുത്തി ഒറ്റക്കക്ഷിയാവുന്നതിൽ നിന്ന് തടയാൻ കേരളത്തിൽ CPM വേണം BJP-ക്ക് എന്നതാണ്. അനിൽകുമാർ. CPIM-ന് MP-മാരുടെ എണ്ണം കുറഞ്ഞപ്പോഴോ മൻമോഹൻ സിംഗിന് പ്രധാനമന്ത്രിയാകാൻ പറ്റിയില്ല. CPM-ന് 43 MP-മാരുണ്ടാവുകയും ഇടതുപക്ഷത്തിനാകെ 63 MP-മാരുണ്ടായപ്പോൾ ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പോലും അല്ലാതിരുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി. അതിനർത്ഥം എന്താണ്? CPM-ൻ്റെ MP-മാരുടെ എണ്ണം കൂടിയാൽ BJP-ക്ക് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം തെളിയിക്കുന്നു. പിന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റൂ എന്നുള്ള ഈ BJP നേതാവിൻ്റെ വാദം എത്രയോ തെറ്റാണ്. രാജീവ് ഗാന്ധിയുടെ മരണശേഷം നരസിംഹറാവു എവിടുന്ന് വന്നു? മൻമോഹൻ സിംഗ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടേ ഇല്ല, 10 കൊല്ലം പ്രധാനമന്ത്രിയായി. ഞങ്ങളുടെ പോയിന്റ് ക്ലിയറാണ്. അവിടെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറ് പറഞ്ഞ അല്ല സത്യം. ഇടതുപക്ഷ രാഷ്ട്രീയം ഞങ്ങൾ BJP-ക്കെതിരായിട്ട് ഇന്ത്യ രാജ്യത്തെ പൊസിഷൻ എടുക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ്, ഞങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്നുള്ളതല്ല, ഞങ്ങൾ വിശ്വാസികൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പോരടിക്കുന്നത്. എന്തുകൊണ്ട്? ന്യൂനപക്ഷക്കാർക്കും അവരുടെ വിശ്വാസം സംരക്ഷിക്കാൻ അവകാശമുണ്ട്. ശരി, വ്യക്തമാണ്. ഭൂരിപക്ഷ മതത്തിന്റെ പേരിൽ BJP വോട്ട് ചോദിക്കുന്നത് ആ വിശ്വാസത്തിന് വേണ്ടിയല്ല. ഇതാണ് ഞങ്ങളുടെ പൊസിഷൻ. ഈ പൊസിഷൻ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുള്ളതാണ്.
അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി വന്ന് കോലാഹലം ഉണ്ടാക്കിയാൽ അങ്ങനെ കുലുങ്ങാൻ പറ്റില്ല. അങ്ങനെ കുലുങ്ങുന്നതല്ല കേരളം. 10 seconds. ഹരിദാസ്, ഓന്തുലുത്തിയാൽ മരം കുലുങ്ങില്ല എന്ന് പറയുമല്ലോ. ഒരു ഓന്തുലുത്തിയാൽ മരം കുലുങ്ങില്ല എന്ന് പറയുമല്ലോ. ശരി. കേരളം KV കുലുങ്ങില്ല. 10 seconds. ഓന്തുലുത്തിയാൽ മരം കുലുങ്ങില്ല. ഈ BJP-ക്കാർ ഉളുത്താൻ വന്നാൽ കേരളം കുലുങ്ങില്ല. അനിലിനും ശ്രീകുമാറിനും വേണ്ടിയിട്ടുള്ള അരുണും ശ്രീകുമാറും അറിയാൻ വേണ്ടിയിട്ടൊരു കാര്യം, ഇപ്പൊ നരേന്ദ്രമോദിയാണ് അയോധ്യയിൽ പ്രതിഷ്ഠ നടത്തുന്നത് എന്നുള്ള ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അദ്ദേഹം ആ പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം ഒരു മുഖ്യ അതിഥിയായിട്ട് അവിടെ ഉണ്ടാകും, ശ്രീകോവിലിൽ ഉണ്ടാവും. ആ ചടങ്ങ് എങ്ങനെയാണ് നടക്കുന്നത്? അല്ലല്ല, അല്ലല്ല, തെറ്റാണ്. ഇപ്പൊ മാറ്റിയതാണ്. അല്ല, പറഞ്ഞ കേക്ക് പിടിക്കപ്പെട്ടപ്പോ മാറ്റിയതാണ് സാറേ. സാറേ പിടിക്കപ്പെട്ടപ്പോ 20 സഹിതം പിടിക്കപ്പെട്ടപ്പോ നരേന്ദ്രമോദി മാറിയതാണ്. അദ്ദേഹം ട്വീറ്റ് ചെയ്തല്ലോ. അവിടെ ക്ലിയർ ചെയ്യണം. അദ്ദേഹം ട്വീറ്റ് ചെയ്തല്ലോ. അദ്ദേഹം ഞാൻ വ്രതം എടുക്കാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞില്ലേ ഞാൻ വ്രതം എടുക്കാൻ തുടങ്ങി. ഞാനൊന്ന് പറഞ്ഞു പോ. അദ്ദേഹം 20 സഹിതം പിടിക്കപ്പെട്ടു. ഞാനത് അന്നേരം പറഞ്ഞില്ല. സമയമില്ല. KV സനോജ് പൊസിഷൻ വ്യക്തമാക്കുള്ളൂ. എന്തായാലും പ്രാണപ്രതിഷ്ഠാ കർമ്മം നേരിട്ട് പ്രധാനമന്ത്രി അല്ല നിർവഹിക്കുന്നത് എന്നതല്ലേ BJP-യുടെ പോയിന്റ്. 2 ദിവസം മുമ്പ് അല്ല 2 ദിവസം മുമ്പ് രാമജന്മഭൂമി ട്രസ്റ്റ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി അല്ല പ്രതിഷ്ഠാ കർമ്മം സാന്നിധ്യമുണ്ടാവും ശ്രീകോവിലിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നന്ദി ശ്രീ K. അനിൽകുമാർ CPM, N. ശ്രീകുമാർ മാധ്യമപ്രവർത്തകൻ, KV. ഹരിദാസ് BJP പ്രതിനിധി ചർച്ചയിൽ പങ്കെടുത്തത്.